അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മുടെ സോഷ്യൽ സയൻസ് അക്കാഡമിക് സർക്കിളും അതോടൊപ്പം തന്നെ ഷംസുലുദ ഇസ്ലാമിക് അക്കാഡമി കുറ്റിക്കാട്ടൂരിലെ അവരുടെ ഇറക്കുന്ന ലൈം ലൈറ്റ് ബൈ മന്ത്ലിയായിട്ട് ഇറക്കുന്ന ഒരു ടീമുണ്ട്, ലൈം ലൈറ്റ്. അപ്പം അതിൻ്റെ കീഴിൽ കൂടി ഒരു കൊളാബായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. കുറച്ച് മുമ്പുള്ള ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ മെമ്പേഴ്സുകളെ, സോഷ്യൽ സയൻസ് അക്കാഡമിക് സർക്കിളിൻ്റെ മെമ്പേഴ്സുകളെ ഉൾപ്പെടുത്തിയിട്ട് പരിപാടി സംഘടിപ്പിക്കണം എന്നുള്ളത്. മുമ്പ് ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചു, ചെറിയൊരു രീതിയിൽ നമ്മൾ ഡ്രോപ്പായി പോവുകയും ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ വീണ്ടും പുതിയ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായി സോഷ്യൽ സയൻസിൻ്റെ കീഴിൽ തന്നെ ഇങ്ങനെ കൊളാബ് ചെയ്തിട്ട് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ജുനൈദ് ഖാനെ തന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്തത്. പ്രധാനമായിട്ടും ജുനൈദ് ഖാൻ ഇപ്പോൾ ജൂനിയർ റിസർച്ച് ഫെല്ലോ ആയിട്ട് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ എൻവയോൺമെന്റൽ ഹിസ്റ്ററിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന ഏരിയ എന്നുള്ളത് എൻവയോൺമെന്റൽ ഹിസ്റ്ററിയിൽ തന്നെ മലബാർ കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹം ഗവേഷണം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും ഒരുപാട് മെറ്റീരിയലുകൾ അദ്ദേഹം അയച്ചു തന്നിരുന്നു. ഒരുപാട് വിദ്യാർത്ഥികളും നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ. ഇൻഷാ അല്ലാഹ് അവർ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു പരിപാടി തന്നെ സംഘടിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ആസ് എ ഡിസിപ്ലിൻ എന്നുള്ള രീതിയിൽ അത് ഇതിൻ്റെ മേഖലയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ മേഖലയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു. നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കാൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററിയെ മാത്രം മുൻനിർത്തിക്കൊണ്ട് എങ്ങനെ ചർച്ച ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഡിസ്കഷൻ പോവുക എന്ന് മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹ്യൂമൻ സൊസൈറ്റി അവരുടെ ഈ ഒരു എൻവയോൺമെന്റ്, അവരുടെ എക്കോസിസ്റ്റത്തോടെ എങ്ങനെയാണ് അവർ ഇടപെട്ടത്, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്തത് എന്നതിനെ കുറിച്ച് മോഡേൺ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് കൂടിയാണ്. അതിൽ പ്രധാനമായിട്ടും മലബാറിനെ ബേസ് ചെയ്തിട്ടും കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജുനൈദ് ഖാൻ ഇവിടെ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ടും നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ സാക്കിലെ മെമ്പേഴ്സുകളും ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ടെന്ന് കരുതുന്നു. മെമ്പേഴ്സുകളും ഇന്ററാക്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. പുതിയൊരു നമുക്ക് അത്ര പരിചിതമല്ലാത്തൊരു ഡിസിപ്ലിൻ കൂടിയാണ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ ഔപചാരികതകളൊന്നും ഇല്ലാതെ ജുനൈദ് ഖാനിലേക്ക് കിടക്കാണ്. ഇൻഷാ അല്ലാഹ് വെൽക്കം. താങ്ക് യു സോ മച്ച് മിഥിലാജ്. പിന്നെ മിഥിലാജിനും അതുപോലെ തന്നെ ഈ സോഷ്യൽ സയൻസ് അക്കാഡമിക് സർക്കിൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു. സോ ഇന്ന് നമ്മളിവിടെ എൻവയോൺമെന്റ് ഹിസ്റ്ററി എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു വേൾഡ് ഹിസ്റ്ററി ആസ്പെക്റ്റിൽ എങ്ങനെയാണത് എമേർജ് ചെയ്ത് വരുന്നത്, അതുപോലെ തന്നെ അത് ഒരു നമ്മൾ മെല്ലെ ആദ്യം വേൾഡ് ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് എൻവയോൺമെന്റ് ഹിസ്റ്ററി വരുന്നത്, പിന്നീട് സൗത്ത് ഏഷ്യൻ എൻവയോൺമെന്റ് ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് പിന്നീട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ടോ, ഐഡിയാസ് ഉണ്ടോ, ആ ഒരു കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി കോണ്ടെക്സ്റ്റിൽ, ഇന്ത്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററി കോണ്ടെക്സ്റ്റിൽ നമ്മളത് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. പിന്നെ ലാസ്റ്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മലബാർ മാപ്പിള റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ മലയാളം യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. I hope that everyone are okay with this Malayalam, right? Okay, so ഈ എൻവയോൺമെന്റ് ഹിസ്റ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻവയോൺമെന്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ എൻവയോൺമെന്റിലെ ആസ്പെക്റ്റിലൂടെ, എൻവയോൺമെന്റ് ലെൻസിലൂടെ നമ്മൾ പഠിക്കുന്നതിനെയാണ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് ജസ്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പറയാനുള്ളത്. ഓക്കെ, സോ ഇതിൽ 1970s ഈ ഒരു എൻവയോൺമെന്റൽ ഹിസ്റ്ററി ആദ്യമായിട്ട് ഒരു എമേർജ് ചെയ്ത് വരുന്നത്. അതിനു മുമ്പ് നമുക്ക് ഈ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാകും. ദിസ് അനാലിസിസ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് ലേറ്റ് 20th സെഞ്ചുറിയിൽ ഫ്രഞ്ച് ബേസ് ചെയ്തിട്ട്, മാർക്ക് ബ്ലോച്ച് ഇവരൊക്കെ ബേസ് ചെയ്തിട്ട് വരുന്ന തോട്ടാണ് അനാലിസിസ് സ്കൂൾ ഓഫ് തോട്ട്. സോ അതിൽ നമ്മൾ സാധാരണ ഒരു ഹിസ്റ്ററി പറയുന്നതിൽ നിന്നും ജസ്റ്റ് ഒന്ന് മാറിയിട്ട് ഒരു ലോങ് ടേം ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ഓർഡിനറി പീപ്പിൾ ഇവരെ കുറിച്ച് പറയുന്നത്. നമ്മൾ സാധാരണ ഹിസ്റ്ററി പറയുമ്പോൾ എന്താണ്, ജസ്റ്റ് ഫാക്ട്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. സോ അതിൽ നിന്ന് മാറിയിട്ട് കുറച്ച് സൊസൈറ്റി, അതുപോലെ തന്നെ എൻവയോൺമെന്റിന്റെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ പറയുന്ന ഒരു ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അത് അനാലിസിസ് സ്കൂൾ ഓഫ് ഹിസ്റ്ററി ഓഫ് തോട്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യും പറയും.
സോ ഈ അനാൽ സ്കൂൾ ഓഫ് തോട്ടിൽ നിന്നാണ് ഈ ഒരു എൻവയോൺമെന്റ് ഹിസ്റ്ററിയുടെ ഒരു എമർജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അനാൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോഗ്രഫി അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ ഓഫ് തോട്ട് എല്ലാവർക്കും കുറച്ചൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു 1970s ഈ അനാൽ സ്കൂൾ ഓഫ് തോട്ടിൽ ഇവർ ഒരു 1970s വരെ എന്തായി ഒരു ക്ലൈമറ്റിനെ കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങി. സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്തു, ക്ലൈമറ്റ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചും അങ്ങനെയൊക്കെ പഠിക്കാൻ തുടങ്ങി. പക്ഷെ ഈ അനാൽ സ്കൂളിൽ എന്ത് ചെയ്തിട്ടില്ല, അതൊരു എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് കോട്ടായിട്ട് സ്പെസിഫിക് ആയിട്ട് അവർ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതൊരു പ്രൊഫഷണൽ ഡിസിപ്ലിൻ ആയിട്ട് ഒരു ആക്ച്വൽ എൻവയോൺമെന്റൽ ഹിസ്റ്ററി, നമ്മൾ ഇന്ന് പറയുന്ന എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ഡിസിപ്ലിൻ ആയിട്ട് വരുന്നത് ഒരു 1980s ശേഷം അത് കുറച്ചുകൂടി ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അമേരിക്കൻ സ്കോളേഴ്സിന്റെ ഒരു ഗ്രൂപ്പ്, മെയിൻലി പറയുകയാണെങ്കിൽ ഡൊണാൾഡ് ഹ്യൂഗസ് അതുപോലെ തന്നെ റോഡ്രിക് നാഷ് എന്ന് പറയുന്ന ഇവരൊക്കെ എന്ത് ചെയ്തു, ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ നാഷിന്റെ ഒരു വർക്ക് ഉണ്ട്, വെൽഡ്നെസ് ആൻഡ് അമേരിക്കൻ മൈൻഡ് എന്ന് പറയുന്ന ഒരു വർക്ക്. അതിലാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് കോട്ടായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് 1980s ശേഷം പിന്നീട് അത് കൂടുതൽ ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഒരു 2000 ഒരു 2010 കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, ഒരുപാട് ജേർണൽസിലൂടെ എൻവയോൺമെന്റൽ ഹിസ്റ്ററിയെ കൂടുതൽ പരിചയപ്പെടുത്താൻ തുടങ്ങി. സ്കോളേഴ്സിനും അതുപോലെ തന്നെ മറ്റുള്ള അക്കാദമിക് സർക്കിളുകളിലൊക്കെ കൂടുതൽ വരാൻ തുടങ്ങി. അതിൽ ഗ്ലോബൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ജേർണൽസ്, അതുപോലെ തന്നെ അസോസിയേഷൻ ഓഫ് സൗത്ത് ഏഷ്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററി, ഇതൊക്കെ 2000 to 2010 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഒരു ജേർണൽസ് ഒക്കെ കൂടുതൽ വരുന്നത്. സോ ഈ ജേർണൽസിലൂടെ 2000 to 2010 വരെ എന്ത് ചെയ്തു, കൂടുതൽ അക്കാദമിക് ഡിസിപ്ലിൻസ്, കൂടുതൽ ഡിസ്കോഴ്സസ് വരുന്നു. അങ്ങനെ ഒരു വേൾഡ് ഹിസ്റ്ററി കോണ്ടെക്സ്റ്റിൽ ഈ ഒരു എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ത് ചെയ്യുന്നു, കൂടുതൽ ഡെവലപ്പ് ചെയ്തു വരുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് വേൾഡ് ഹിസ്റ്ററിയിൽ ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഈ 1970s എന്ന് ഞാൻ പറഞ്ഞു അല്ലെ, അതായത് അനാൽ സ്കൂളിൽ നിന്ന് ജസ്റ്റ് മെല്ലെ എമേർജ് ചെയ്ത് വരുന്നു എന്ന് പറഞ്ഞു. അതേ സമയത്താണ് ഇന്ത്യയിലെ 1970s നമുക്ക് എൻവയോൺമെന്റിൽ വളരെയധികം ഒരു എൻവയോൺമെന്റൽ എപ്പിസോഡായിട്ടുള്ള ചിപ്കോ മൂവ്മെന്റ് നമുക്ക് നടക്കുന്നത്. ഓക്കെ, സോ ഇതിനു മുമ്പ് വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ എൻവയോൺമെന്റൽ ഹിസ്റ്ററിയിൽ നമ്മൾ ഒരുപാട് മുമ്പ് കാലഘട്ടത്തിൽ സയൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഹിസ്റ്ററി പഠിക്കും. സയന്റിഫിക് ടെക്നിക്സ്, അതായത് ഇപ്പോൾ ബയോ ആർക്കൈവ്സ് അതുപോലെ തന്നെ ജിയോ ആർക്കൈവ്സ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ബയോ ആർക്കൈവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പൊളൻ സീഡ്സ് യൂസ് ചെയ്തിട്ട് ഹിസ്റ്ററിയെ കുറിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, നമ്മൾ പഴയ കാലഘട്ടത്തിലുള്ള ഈ ഒരു ചില പ്ലാന്റ് സ്പീഷീസ് അവരുടെ ഹിസ്റ്ററി ഒക്കെ പാസ്റ്റ് പറയുമ്പോൾ അങ്ങനെ കുറച്ച് സയന്റിഫിക് ടെക്നിക്സ് യൂസ് ചെയ്യും. അത് ബയോ ആർക്കൈവ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ജിയോ ആർക്കൈവ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് സോയിൽ നോക്കിയിട്ട്, ഇപ്പൊ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ പഠിക്കുമ്പോൾ എന്തുണ്ട്, അതായത് ഡിക്ലൈൻ വരാനുള്ള കാരണം എന്ത്, ഒരു ഫ്ലഡ് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. സോ ഈ ഫ്ലഡ് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് അവിടുത്തെ സോയിൽ അതുപോലെ തന്നെ സെഡിമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. സോ അതൊരു ജിയോ ആർക്കൈവ്സ് ടെക്നിക്ക് എന്ന് നമുക്ക് പറയാം. സോ ഒരുപാട് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു പാരലൽ ആയിട്ട് ഇങ്ങനെ ഒരു എൻവയോൺമെന്റൽ ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്. സോ ഇവിടെ ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തുന്നത് ആർക്കൈവ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എങ്ങനെയാണ് പഠിക്കുന്നത്. കാരണം ഇന്ത്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററിയിൽ കൂടുതൽ നമ്മുടെ ഒരു ആർക്കൈവൽ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് കൂടുതൽ പഠിക്കുന്നത്. സയന്റിഫിക് തിങ്സ് യൂസ് ചെയ്തിട്ട് ഹിസ്റ്ററി പഠിക്കുന്നത് വളരെ കുറവാണ്. കൂടുതൽ ആർക്കൈവ്സൽ മെറ്റീരിയൽസ്, ബ്രിട്ടീഷ് ആർക്കൈവ്സ് അതുപോലെ ബ്രിട്ടീഷ് ഡോക്യുമെന്റ്സ്, മാനുസ്ക്രിപ്റ്റ്സ്, ഇത് യൂസ് ചെയ്തിട്ടാണ് കൂടുതൽ എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വരുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ത്യയിൽ 1970s നമ്മൾ പറഞ്ഞു ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിന്ന് പറഞ്ഞു. സോ അതൊരു ജസ്റ്റ് ഒരു എൻവയോൺമെന്റൽ എപ്പിസോഡാണ്. പക്ഷെ അത് കൂടുതൽ പഠിക്കുന്നത് ഒരു കണ്ടംപററി ഹിസ്റ്ററി എന്നുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ അതിനുശേഷം ഇന്ത്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററിയിൽ കൂടുതൽ പഠനം വരുന്നത് ബ്രിട്ടീഷ് ഇമ്പീരിയലിസം, അതായത് ബ്രിട്ടീഷേഴ്സ് എങ്ങനെയാണ് ഫോറസ്റ്റ് മാനേജ് ചെയ്തത് എന്നുള്ളത് പഠിച്ചിട്ട് ഒരു എക്കോളജിക്കൽ ഇമ്പീരിയലിസം എന്ന് പറയും. ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊളോണിയലിസം, ഇമ്പീരിയൽ പവർ, അത് ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ആയതിനെ കൊണ്ട് കുറെ പേർക്ക് അറിയുന്നു വിചാരിക്കുന്നു. സോ ഒരു ഇമ്പീരിയലിസം എന്ന് പറയുമ്പോൾ അവര് പലരെയും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, ലേബർ ബേസ് ചെയ്തിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, റവന്യൂ ബേസ് ചെയ്തിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെ ഈ ഫോറസ്റ്റ് മാനേജ്മെന്റ് പോളിസി പഠിച്ചിട്ട് ഈ ഒരു ഇമ്പീരിയലിസം മാത്രമല്ല, പകരം അവിടെ ഒരു എക്കോളജിക്കൽ ഇമ്പീരിയലിസം കൂടെ ഉണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കുന്നതിലൂടെയാണ് ഇന്ത്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററിയിൽ ഈ ഒരു
ഫോറസ്റ്റ് മാനേജ്മെന്റ് പോളിസി. ബ്രിട്ടീഷ് ഫോറസ്റ്റ് മാനേജ്മെന്റ് പോളിസിയിലൂടെയാണ് ഒരു ഇന്ത്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററി കൂടുതൽ ഒരുപാട് പുതിയ പുതിയ ഡിസ്കോഴ്സസും കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ട ആളുകളാണ് രാമചന്ദ്ര ഗുഹ, മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന ഇവരാണ് ഈ ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിനെ കൂടുതൽ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു എക്കോളജിക്കൽ ഇമ്പീരിയലിസം, അതായത് ഫോറസ്റ്റ് മാനേജ്മെന്റിലൂടെ എങ്ങനെയാണ് ഇവരുടെ ഇമ്പീരിയലിസം അവർ ആക്ടിവേറ്റ് ആക്കി കൊണ്ടുപോകുന്നത് എന്നുള്ളത് പഠിച്ചിട്ട് രാമചന്ദ്ര ഗുഹ അതുപോലെ തന്നെ മാധവ് ഗാഡ്ഗിൽ ഇവരെന്ത് ചെയ്യുന്നു, ഈ ഒരു രീതിയിലാണ് പഠിക്കുന്നത്. അതിനുശേഷം പിന്നെ ഈ ഫോറസ്റ്റ് റിസോഴ്സസിനെ കുറിച്ചുള്ള കൂടുതൽ ഡിബേറ്റ്സുകൾ വരുന്നു. ഓക്കെ, ഫോറസ്റ്റ് റിസോഴ്സസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഡിബേറ്റ്സ് ഈ ഒരു എൻവയോൺമെന്റ് ഡിസ്കോഴ്സിൽ എന്ത് ചെയ്യുന്നു, കൂടുതൽ വരുന്നു. അതുപോലെ തന്നെ ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള കെ ശിവരാമകൃഷ്ണൻ എന്ന് പറയുന്ന സ്കോളർ, ഇദ്ദേഹം മറ്റുള്ള ഒരുപാട് ആസ്പെക്ട്സ്, ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഈ എൻവയോൺമെന്റ് കൺട്രോൾ ചെയ്യുന്നതിലൂടെ സ്റ്റേറ്റ് എങ്ങനെയാണ് സ്റ്റെബിലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റെബിലിറ്റി കിട്ടുന്നത് എന്നുള്ള കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ശിവരാമകൃഷ്ണൻ ഇവര് എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു എൻവയോൺമെന്റൽ ഹിസ്റ്ററിയുടെ, ഇന്ത്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററിയുടെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ കൂടുതൽ ഒരു കൊളോണിയൽ ഇന്ത്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററിയിലൂടെയാണ് കൂടുതൽ അത് വരുന്നത്. മാത്രമല്ല അതൊരു പ്രസന്റ് എല്ലാ ഡിസ്കോഴ്സ് എടുക്കുകയാണെങ്കിലും നമ്മളൊരു ഹാവ് ആൻഡ് ഹാവ് നോട്ട്സ് ഉണ്ടാവുമല്ലോ, അതുപോലെ ഇവിടെ പെസൻസും ട്രൈബൽസും ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ വേഴ്സസ് കൊളോണിയൽ, അതുപോലെ തന്നെ പോസ്റ്റ് കൊളോണിയൽ പോളിസീസ്. ഈ രീതിയിലാണ് ആദ്യത്തെ പഠനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. ഇതിലോട്ട് പിന്നെ സൊസൈറ്റിയെ എന്ത് ചെയ്യുന്നു, ഇൻക്ലൂഡ് ചെയ്യുന്നു. സോ ഒരു സോഷ്യൽ എക്കോളജിക്കൽ കോൺസിക്വൻസസ് ഓഫ് ബ്രിട്ടീഷ് പോളിസിയുടെ ഒരു സോഷ്യോ എക്കോളജിക്കൽ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും കൂടെ കൊണ്ടുവരുന്നു. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വേൾഡ് ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് ആ ഒരു ഇത് എമർജ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. പിന്നെ 2000 to 2010 ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇത് എമർജ് ചെയ്യുന്നത് എന്നും നമ്മൾ കുറച്ച് പറഞ്ഞു അല്ലേ. ഇനി ഈ ബ്രിട്ടീഷ് പോളിസി അല്ലാണ്ട് മറ്റുള്ള രീതിയിൽ എൻവയോൺമെന്റ് ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള അതാണ് ഗുപ്ത എംപയർ, മറാഠ എംപയർ, മൗര്യൻസ്, മുഗൾസ്. സോ ഇവരുടെ ഒരു ഫോറസ്റ്റ് പോളിസി എങ്ങനെയായിരുന്നു? ഇപ്പൊ നമുക്കറിയാം അശോക എംപയർ, മൗര്യൻ എംപയർ, അശോക, അതിൽ ഈ നോൺ വയലൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴും ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസി കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു അല്ലെ. സോ അതൊക്കെ ചില സ്കോളേഴ്സ് പറയുന്നുണ്ട്. സോ അങ്ങനെ ഗുപ്ത എംപയർ, മറാഠ എംപയർ, മൗര്യൻസ്, മുഗൾസ്, ഇവരെ കുറിച്ചൊക്കെ പഠിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നത് രാമചന്ദ്ര ഗുഹ, ഡേവിഡ് ആർണോൾഡ്, സുമിത് ഗുഹ, ചേതൻ സിംഗ്, ഈ സ്കോളേഴ്സ് ഒക്കെ ഇവരുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് കുറച്ചുകൂടെ ഒരു എന്തൊക്കെയാണ് ഡിഫറെന്റ് ആസ്പെക്ട്സ് എന്നുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് മെല്ലെ കിടക്കാം. സോ ഇന്ത്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ആൻഷ്യന്റ് ഹിസ്റ്ററി, ഗുപ്താസ്, മൗര്യാസ്, മറാഠാസ് ഇവരെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരു ബ്രിട്ടീഷ് പോളിസി എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു കാര്യത്തിലൂടെയാണ് ആദ്യമായിട്ട് ഇന്ത്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററിയുടെ ഒരു ബിഗിനിങ് പീരീഡ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇനി സൗത്ത് ഏഷ്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ മൈക്കിൾമാൻ എന്ന് പറയുന്ന സ്കോളർ, എൻവയോൺമെന്റൽ ഹിസ്റ്ററിയൻ, ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം 3 രീതിയിൽ സൗത്ത് ഏഷ്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററി എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ 3 രീതി എന്ന് പറയുന്നത്, ഒന്ന് ഗവൺമെന്റ് ഫോറസ്റ്റ് പോളിസി, രണ്ടാമത്തേത് ഇറിഗേഷൻ പോളിസി, മൂന്നാമത്തേത് വൈൽഡ് ലൈഫ് പോളിസി. സോ ഈ എൻവയോൺമെന്റൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ജസ്റ്റ് നേരെ പോയിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ജസ്റ്റ് ഒരു പേപ്പർ ആർക്കൈവ്സ് എടുക്കുന്നു, അതിൽ നമുക്ക് ഉണ്ടാവാം, പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് മനസ്സിലാവാം നമുക്ക് ഒരു കുറച്ചുകൂടി ഒരു റീഡിങ് എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ എന്ന രീതിയിൽ വായിക്കുമ്പോഴാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഗവൺമെന്റ് ഫോറസ്റ്റ് പോളിസി. സോ ബ്രിട്ടീഷേഴ്സ് ഫോറസ്റ്റ് ലെജിസ്ലേറ്റീവ് ആക്ടുകൾ കൊണ്ടുവരുന്നു. പക്ഷെ ആക്ടുകൾ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും അതൊരു ആക്ട് ആയിരിക്കും, പക്ഷെ അതിന് ഒരുപാട് ഇന്റൻഷൻസ് ഉണ്ടാവും, പൊളിറ്റിക്കൽ ഇന്റൻഷൻസ് ഉണ്ടാവും. സോ ആ രീതിയിൽ ഗവൺമെന്റിന്റെ ഫോറസ്റ്റ് പോളിസി പഠിക്കുന്നതിലൂടെ ഈ ഒരു എൻവയോൺമെന്റൽ ഹിസ്റ്ററി എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് ഒരു ആസ്പെക്ട് ഓഫ് സൗത്ത് ഏഷ്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഇറിഗേഷൻ പോളിസീസ്. അതായത് ബ്രിട്ടീഷ് കോണ്ടെക്സ്റ്റിൽ എടുക്കുകയാണെങ്കിൽ ഈ ഡേവിഡ് ഹാർഡിമാൻ ആണ് കൂടുതൽ ഈ ഇറിഗേഷൻ പോളിസി റിലേറ്റഡ് ആയിട്ട് ഇതിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. സോ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ ഒരു ആൻഷ്യന്റ് പീരീഡിൽ വില്ലേജസിലുള്ള ഈ ഒരു വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് വില്ലേജ് കൺട്രോൾഡ് ആയിരുന്നു, വില്ലേജസിലുള്ള ആളുകളായിരുന്നു കൺട്രോൾ ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് ബ്രിട്ടീഷുകാരുടെ സമയം വന്നപ്പോഴേക്ക് അവരെന്ത് ചെയ്തു, ഈ ഒരു ഇറിഗേഷൻ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തു, പുതിയ ഡാംസ് എന്ത് ചെയ്തു, കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങി.
പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഇറിഗേഷൻ ഡാംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതോട് കൂടി എന്ത് ചെയ്യുന്നത് അവിടുത്തെയുള്ള എക്കോളജിക്കൽ പാർട്ടായിട്ടുള്ള വാട്ടർ ഇറിഗേഷൻ ഇതിന്റെ ഓണർഷിപ്പ് ബ്രിട്ടീഷർ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ആ രീതിയിൽ ഒരു ഇറിഗേഷൻ പോളിസിയിലൂടെയും എന്ത് ചെയ്യുന്നത് ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിലൂടെയും സൗത്ത് ഏഷ്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ത് ചെയ്യുന്നുണ്ട് മൈക്കിൾ മാന് രണ്ടാമത്തെ ഒരു തീമായിട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ രീതി ദ വേ ടു സ്റ്റഡി സൗത്ത് ഏഷ്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതിൽ മഹേഷ് രംഗരാജൻ എന്ന് പറയുന്ന മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ ഹിസ്റ്റോറിയൻ ഉണ്ട്. ഇദ്ദേഹം വൈൽഡ് ലൈഫ് പോളിസി എങ്ങനെയാണ് സൗത്ത് ഏഷ്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററി കോണ്ടെക്സ്റ്റിൽ വരുന്നത് എന്ന രീതിയിലാണ് പറയുന്നത്. സോ അതാണ് മൂന്നാമത്തെ കാര്യം. സോ നമുക്ക് സൗത്ത് ഏഷ്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററിയിൽ മൈക്കിൾ മാൻ നമുക്ക് പറഞ്ഞു തരുന്നത് 3 രീതിയിലാണ്. ഗവൺമെന്റ് ഫോറസ്റ്റ് പോളിസി ഒന്ന്, രണ്ടാമത്തേത് ഇറിഗേഷൻ പോളിസി, മൂന്നാമത്തേത് വൈൽഡ് ലൈഫ് പോളിസി. ഓക്കെ, സോ ഇനി സൗത്ത് ഏഷ്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററിയിൽ ഇനി മറ്റൊരു 2 മേജർ സ്ട്രീംസ് ഉണ്ട്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ ഈ കൊളോണിയൽ റെജിമിന്റെ കൊളോണിയൽ പവറിന്റെ എക്കോളജി റിലേറ്റഡ് ആയിട്ട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. സോ ആ പോസിറ്റീവ്സും നെഗറ്റീവ്സും അനലൈസ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സ്ട്രീമാണ് ഒരു സ്ട്രീം. രണ്ടാമത്തേത് ഡൈവേർജന്റ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റീഡിങ് എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ എന്ന് പറയുന്ന പോലെ, അതായത് അവരുടെ പോളിസി ലെജിസ്ലേറ്റീവ് ആക്ട്സ് എന്ന് പറയുമ്പോൾ അത് ഒറ്റ കണ്ണിൽ നോക്കാതെ നമ്മൾ അതിനെ വേരിയസ് ആയിട്ടുള്ള പല ഇന്റർപ്രിട്ടേഷൻസ് കൊണ്ടുവരിക. അതിന് ഡൈവേർജന്റ് ഇന്റർപ്രിട്ടേഷൻസ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ സൗത്ത് ഏഷ്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററിയിൽ നമുക്ക് ഇങ്ങനെ 2 മേജർ സ്ട്രീംസ് ഉണ്ട്. ദാറ്റ് ഈസ് ഒന്ന് പോസിറ്റീവ്സും നെഗറ്റീവ്സ് എടുത്തിട്ട് നമ്മൾ പഠിക്കുക. രണ്ടാമത്തേത് ഡൈവേർജന്റ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് എന്ത് ചെയ്യാം കൊണ്ടുവരിക. ഓക്കെ, സോ ഇത്രയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്ന് വിചാരിക്കും. നമ്മൾ കുറച്ച് കൂടുതൽ ഡെപ്തിൽ നമ്മൾ പോവാണ്. അതിലൂടെയാണ് എൻവയോൺമെന്റൽ ഹിസ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ജോൺ മക്നീൽ എന്ന് പറയുന്ന എൻവയോൺമെന്റൽ ഹിസ്റ്റോറിയൻ നമ്മൾ എൻവയോൺമെന്റൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ 3 രീതിയിൽ നമുക്ക് പഠിക്കാം എന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ ജോൺ മക്നീൽ 3 രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അത് ഒന്ന് മെറ്റീരിയൽ എൻവയോൺമെന്റൽ ഹിസ്റ്ററി, രണ്ടാമത്തേത് പൊളിറ്റിക്കൽ ആൻഡ് പോളിസി റിലേറ്റഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി, മൂന്നാമത്തേത് കൾച്ചറൽ ആൻഡ് ഇന്റലക്ച്വൽ. ഓക്കെ, ഒന്നാമത്തേത് മെറ്റീരിയൽ എൻവയോൺമെന്റൽ ഹിസ്റ്ററി, രണ്ടാമത്തേത് പൊളിറ്റിക്കൽ ആൻഡ് പോളിസി റിലേറ്റഡ്, മൂന്നാമത്തേത് കൾച്ചറൽ ആൻഡ് കൾച്ചറൽ ആൻഡ് ഇന്റലക്ച്വൽ റിലേറ്റഡ്. സോ ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ 3 കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 3 രീതിയിലാണ്. അതായത് ആൻഷ്യന്റ്, മെഡീവൽ, മോഡേൺ. ഈ 3 രീതിയിൽ 3 ആസ്പെക്ട് എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഈ 1 ഹവറിന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ ഫുള്ള് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ മാക്സിമം ഞാൻ പറയാം. മാത്രമല്ല ചില വർക്ക്സ് എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്, ചില ഐഡിയാസ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ മെറ്റീരിയൽ എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആൻഷ്യന്റ് ഹിസ്റ്ററിയിൽ എന്തുണ്ട്, നമുക്ക് ഒരുപാട് ഇപ്പോൾ വേദിക് പീരീഡിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അരണ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോറസ്റ്റ് ആണ് അല്ലെ. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഗ്രാമ എന്ന് പറയുമ്പോൾ വില്ലേജസ് ആയി അല്ലെ. സോ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ലാൻഡ്സിനെ കമ്പയർ ചെയ്യുക, അതൊരു എക്സാമ്പിൾ ആണ്. അരണ്യ വേഴ്സസ് ഗ്രാമ, അതൊരു മെറ്റീരിയൽ എൻവയോൺമെന്റൽ ഹിസ്റ്ററി പഠിക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. കുറച്ചുകൂടി കൂടുതൽ നല്ല രീതിയിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ബുദ്ധിസം അല്ലെ. ബുദ്ധിസത്തിൽ എന്തുണ്ട്, ജാതക ടൈൽസ്. അതിൽ ഈ ഒരു സൊസൈറ്റി എങ്ങനെയാണ് ഒരുപാട് മൊറാലിറ്റി പറയുന്ന, എത്തിക്സ് പറയുന്ന രീതിയിലുള്ള കഥകളാണ് ഈ ബുദ്ധിസം ജാതക ടൈൽസിൽ പറയുന്നത്. അതിലുള്ള ചില കഥകൾ നമ്മൾ എടുത്ത് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിൽ ഈ ജാതക ടൈൽസിൽ കൂടുതൽ സ്റ്റോറീസ് അന്നത്തെ കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ അന്നത്തെ സൊസൈറ്റി എങ്ങനെയാണ് എന്നുള്ളത് പറയുന്നത് അനിമൽസിനെ യൂസ് ചെയ്തിട്ടാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ലയൺ ആൻഡ് ജാക്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കഥ ഉണ്ട്. അതില് ലയണ്, ജാക്കിൽ, പിന്നെ ഒരു വൈൽഡ് ബോർ. സോ ഈ കഥയിൽ അവർ പറയുന്ന ഒരു മൊറാലിറ്റി എന്ന് പറയുന്നത് ഹൈറാർക്കി, അതായത് കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് പറയുന്ന ഒരു കഥ വേറെ ഉണ്ട്. പക്ഷെ ഇത് ആ കഥയല്ല, കാസ്റ്റ് സിസ്റ്റം അല്ലാതെ ഹൈറാർക്കി ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ ലയണ്, അതുപോലെ തന്നെ ജാക്കില്, അതുപോലെ തന്നെ വൈൽഡ് ബോർ. സോ ഈ വൈൽഡ് ബോറും ലയണും എന്ത് ചെയ്യുന്നു, ഇത് ഇങ്ങനെയാണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഈ ലയണും വൈൽഡ് ബോറും തമ്മിൽ ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടാകുന്നു. അങ്ങനെ ഈ വൈൽഡ് ബോർ കുറച്ച് ഒരു മണ്ണിൽ കുറച്ച് ചെളിയൊക്കെ തേച്ച് ഒന്ന് ഡിസ്ഗൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫൈറ്റിൽ ഒരു വലിയ മൃഗമാണ് എന്ന് കാണിച്ചിട്ട് ലയണിനെ പരാജയപ്പെടുത്തുന്നുണ്ട്. സോ ഇവിടെ ഈ ഒരു സ്റ്റോറി മൊറാലിറ്റി, ഈ സ്റ്റോറി തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്
ഇന്റലിജന്റ് നോട്ട് ബേസ്ഡ് ഓൺ ബർത്ത് എന്നുള്ളതാണ്. അതായത് ജനനം ഇന്റലിജൻസ് എന്ന് പറയുന്നത് ബർത്ത് ബേസ് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലയൺ എന്ന് പറയുന്നത് എന്താണ്? കാട്ടിലെ രാജാവ്. കാട്ടിലെ രാജാവ് എന്ന് പറയുമ്പോൾ ക്ഷത്രിയ ക്ലാൻ. ഓക്കെ, ക്ഷത്രിയ ക്ലാൻ. ഈ വൈൽഡ് ബോർ എന്താണ്? ലോ ബോൺ ആയിട്ടുള്ള ലോ കാസ്റ്റ് ആയിട്ടുള്ള ആളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ ഒരു കഥ വായിക്കുമ്പോൾ എന്താണ്, ജസ്റ്റ് ലയൺ അതുപോലെ തന്നെ വൈൽഡ് ബോർ എന്നുള്ള രീതിയിൽ വായിക്കാതെ, അത് മാത്രം വായിക്കാതെ ഇതിനൊരു റീഡിങ് എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എന്താണ്, ഒരു ക്ഷത്രിയ വേഴ്സസ് ലോ ബോൺ തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇതിൽ വൈൽഡ് ബോർ ജയിക്കുന്നതോട് കൂടി ഇന്റലിജന്റ് നോട്ട് ബേസ്ഡ് ഓൺ ബർത്ത് എന്ന് പറയുന്ന ഒരു മൊറാലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ മതംഗ ജാതകം എന്ന് പറയുന്ന എലഫന്റും അതുപോലെ തന്നെ ഒരു ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ള പ്രീസ്റ്റും തമ്മിലുള്ള ഒരു കഥയുണ്ട്. അതിൽ ഈ ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ള ലോബോൺ ആയിട്ടുള്ള ഒരാളുടെ അടുത്തുനിന്ന് എലഫന്റ് എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ നേടുന്നുണ്ട്. സാധാരണ അന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ലോ കാസ്റ്റിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ലോ കാസ്റ്റിന് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യില്ല, പെർമിഷൻ ഇല്ല. പക്ഷെ ഇവിടെ എലഫന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ലോ കാസ്റ്റിന്റെ അടുത്തുനിന്ന് എഡ്യൂക്കേഷൻ നേടുന്നു. മാത്രമല്ല ആ ഒരു ലോബോൺ ആയിട്ടുള്ള സേജ് പ്രീസ്റ്റിന്റെ അടുത്ത് ബഹുമാനം കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവർ സ്റ്റോറി മുന്നോട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം നമുക്ക് എവിടെ നിന്നും നേടാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ. സോ ഇതുപോലെ ഒരുപാട് കഥകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ബുദ്ധിസ്റ്റ് ജാതക ടൈൽസിൽ കാണുന്നുണ്ട്. സോ ഇവിടെ എന്താണ്, മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു എന്താ പറയാ, ആനിമൽസിനെ യൂസ് ചെയ്തിട്ട് അന്നത്തെ സൊസൈറ്റി എന്താണ് എന്ന് പറയുന്നത്. സോ ഒരു എക്കോളജി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അന്നത്തെ ഹിസ്റ്ററി, ആൻഷ്യൻ ഹിസ്റ്ററി പറയുന്നു. ഓക്കെ, ഇതാണ് മെറ്റീരിയൽ എൻവയോൺമെന്റ് ഹിസ്റ്ററി ഒരു എക്സാമ്പിൾ. മറ്റൊരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അശോകയുടെ, അതായത് ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് എംപയറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. സോ അശോക അഹിംസ, കളിംഗ വാറിന് ശേഷം നോൺ വയലൻസ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ നോൺ വയലൻസ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും ട്രൈബൽ ആയിട്ടുള്ള ഫോറസ്റ്റിലുള്ള ട്രൈബൽസിന്റെ അടുത്ത് വളരെ ഹാർഷാണ്. കാരണം എന്താണ്, ഫോറസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സ് ആണ്. സോ ഫോറസ്റ്റിൽ നിന്നും റിസോഴ്സ് കിട്ടിയില്ലെങ്കിൽ എംപയർ എന്ത് ചെയ്യും, ഡിക്ലൈൻ ആവും, അത് ഉറപ്പാണ്. സോ അതുകൊണ്ട് തന്നെ അശോക ഇവിടെ ഒരു ഫോറസ്റ്റ് ആയിട്ടുള്ള ട്രൈബൽസിന്റെ അടുത്ത്, ഫിഷർമാന്റെ അടുത്ത് എനിക്ക് തോന്നുന്നു ഫിഷർമാന്റെ അടുത്ത് കുറച്ച് ഹാർഷായിട്ട് നല്ല രീതിയിൽ നടന്നിട്ടില്ലെങ്കിൽ ഹാർഷ് പണിഷ്മെന്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ കളിംഗ വാറിന് ശേഷം അദ്ദേഹം നോൺ വയലൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ മെറ്റീരിയൽ ആസ്പെക്ട്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. അതാണ് ജോൺ മെക്നീൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തേത് പൊളിറ്റിക്കൽ ആൻഡ് പോളിസി എന്ന് പറയുന്നതാണ്. അത് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു മെഡീവൽ ഹിസ്റ്ററി ആസ്പെക്റ്റിലാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മൾ കാണുന്നതാണ് മുഗൾസ് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ മുഗൾസ് ഹണ്ട് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ഫോട്ടോസിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, അല്ലെ? അതായത് അക്ബർ, ഷാജഹാൻ അല്ലെങ്കിൽ ജഹാംഗീർ, ഇവരൊക്കെ എന്താ പറയാ, അമ്പ ചെയ്യുന്നതും അതുപോലെ തന്നെ പുലിയെ പിടിക്കുന്നതും ആനയുടെ പുറത്ത് നിന്ന് എന്താ പറയാ ഹണ്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് നമ്മളൊരു ജസ്റ്റ് ഒരു ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ദേ ആർ ജസ്റ്റ് ഹണ്ടിങ്. ഓക്കെ, ജസ്റ്റ് ഹിസ്റ്ററി ആയിട്ട് നോക്കുമ്പോൾ ദേ ആർ ജസ്റ്റ് ഹണ്ടിങ്. പക്ഷെ അതിന് ഒരുപാട് പൊളിറ്റിക്കലും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള പോളിസികളുണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റീരിയൽ എൻവയോൺമെന്റൽ ഹിസ്റ്ററി കഴിഞ്ഞാൽ രണ്ടാമത്തേതായിട്ട് പറഞ്ഞത് പൊളിറ്റിക്കൽ ആൻഡ് പോളിസി റിലേറ്റഡ് ആയിട്ട് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ആ കാര്യം എങ്ങനെയാന്ന് വെച്ചാൽ മുഗൾസ് ഹണ്ടിങ് ഒരുപാട് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെയാണ് ഈ മഹേഷ് രംഗ എൻവയോൺമെന്റ് ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള മഹേഷ് രംഗരാജൻ പ്രിഡേറ്ററി സോവറിനിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അത് പിന്നീട് ആനന്ദസ് പാണ്ഡ്യൻ പിന്നീട് റീഡെവലപ്പ് ചെയ്തിട്ട് ഈ മുഗൾസ് ഹണ്ടിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ എൻവയോൺമെന്റൽ ഹിസ്റ്ററിയെ കുറിച്ചും പറയുന്നുണ്ട്. സോ അത് കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഹണ്ടിങ് എന്ന് പറയുന്നത്, ഹണ്ടിങ് എന്ന കാര്യത്തെ ഞാൻ കുറച്ചുകൂടി ഡീകൺസ്ട്രക്ട് ചെയ്തിട്ട് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഡീകൺസ്ട്രക്ട് ചെയ്ത് പറയാണ്. സോ ഈ പ്രിഡേറ്ററി സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് റിസോഴ്സസ് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു കിങ് ആകുമ്പോൾ ഫോറസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഫോറസ്റ്റിലെ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആനിമൽസിന് മേ ബി ഡിസ്ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഫോറസ്റ്റ് റിസോഴ്സസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പക്ഷെ ഇവിടെ പ്രിഡേറ്ററി സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാ, ഈ എംപറേഴ്സ് അവരുടെ ആവശ്യങ്ങൾക്ക് ഈ ജംഗിൾസ്, ഫോറസ്റ്റ്, ഹണ്ടിങ് യൂസ് ചെയ്യുന്നതിനെയാണ് പ്രിഡേറ്ററി സോവറിനിറ്റി എന്ന് പറയുന്നത്. സോ ഈ ഒരു രീതിയിലാണ് മഹേഷ് രംഗരാജനും ആനന്ദസ് പാണ്ഡ്യനും എന്ത് ചെയ്യുന്നത്, ഇവര് ഈ മുഗൾസിന്റെ ഹണ്ടിങ്ങിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഈ ഹണ്ടിങ്ങിന് അവർ പറയുന്നത്, ഹണ്ടിങ്ങിനെ മെയിൻലി മുഗൾസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൺസോളിഡേഷൻ ഓഫ് പവർ ആൻഡ് റൂൾ. അതായത് അവരുടെ പവറും അവരുടെ റൂളും അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു മെയിൻലി ഹണ്ടിങ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് ഒരു എന്തല്ല, ഒരു സ്പോർട്ട് മാത്രമല്ല അവർക്ക് ഉണ്ടായിരുന്നത്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ, ഒന്ന് അവർ ഹണ്ടിങ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ അവരുടെ സെൻട്രലൈസ്ഡ് പൊളിറ്റിക്സിൽ അവർ കിങ് ആയിട്ട് സെൻട്രലിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ലോക്കൽ പൊളിറ്റിക്സിൽ എന്താ നടക്കുന്നു എന്നുള്ളത് അവർക്കറിയില്ല.
സോ ഈ സ്പോർട്ട് എന്ന് പറയുന്ന ഹണ്ടിങ്ങിലൂടെ അവരെന്ത് ചെയ്യും, ഹണ്ട് ചെയ്തിട്ട് ഈ ലോക്കൽ ഏരിയസ്, സ്പെഷ്യലി ഈ ജംഗിൾസ്, ഈ കാട്ടില് ഇവിടെ അടുത്തൊക്കെ വന്നിട്ട് അവിടെ എന്താ നടക്കുന്നത്, ഈ ലോക്കൽ പൊളിറ്റിക്സ് എന്താണ്, അവിടെ ഈ സെന്ററിനോട് ഡിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ഷാജഹാൻ, നമുക്ക് കുറച്ച് കഥകൾ പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഓക്കെ, സോ ഷാജഹാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹണ്ടിങ്ങിന് പോകുമ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഹണ്ടിങ് അവർക്ക് ഒരു മിലിറ്ററി ഡ്രില്ല് കൂടിയായിരുന്നു. അതായത് ആർമിയെ കുറച്ചുകൂടി പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് എന്തൊക്കെയാണ് കുറവുകൾ ഉള്ളതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹണ്ട് ചെയ്തിരുന്നു. സോ ആർമി എന്ന് പറയുന്നത് അന്ന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ആർമി ഫെയിൽ ആയാൽ ആ ഒരു എംപയർ ഫെയിൽ ആവും. ഓക്കെ, സോ ആർമി അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കണം. സോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹണ്ട് ചെയ്തിരുന്നു. അതെങ്ങനെയാണ്, ഷാജഹാന്, കിങ് ആയിട്ടുള്ള ഷാജഹാന് ഇവർ ഹണ്ടിങ്ങിന് പോകുമ്പോൾ ഹണ്ടിങ്ങിന് പോയപ്പോൾ ഒരു ടൈഗറിനെ ഹണ്ട് ചെയ്യാനാണ് പോയത്. പക്ഷെ ടൈഗർ എന്ത് ചെയ്തു, ഷാജഹാൻ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരികയും അങ്ങനെ ഷാജഹാന്റെ ആന, ഹണ്ടിങ് എലഫന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടൈഗർ എന്ത് ചെയ്യുന്നു, ഷാജഹാനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഈ ഹണ്ടിങ് ആയിട്ടുള്ള എലഫന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടൈഗറിനെ കൊല്ലുന്നുണ്ട്. പക്ഷേ ഈ ടൈഗർ എന്ത് ചെയ്യുന്നുണ്ട്, എലഫന്റിന്റെ ചില ഭാഗത്ത് ലൈക്ക് മുറിവൊക്കെ വരുത്തുന്നുണ്ട്. അപ്പോൾ ഷാജഹാന് മനസ്സിലാവുന്നുണ്ട് എന്ത്, ഈ ഒരു ലൈക്ക് പ്രോപ്പർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെ പിന്നീട് അതിനുശേഷമാണ് പിന്നീട് ഹണ്ടിങ് എലഫൻസിന് എന്ത് ചെയ്യുന്നത്, പ്രോപ്പർ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ ആർമിയിലുള്ള ആളുകൾക്കും കൂടുതൽ പ്രൊട്ടക്റ്റീവ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. സോ ഇതെന്ത് മനസ്സിലാക്കാൻ നമുക്ക്, ആർമി എത്രത്തോളം എവിടേക്കാണ് പാളിച്ചകൾ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ഹണ്ടിങ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ അക്ബറിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ സെർവന്റ് ആയിട്ടുള്ള മോസഫ് ഖാൻ എന്ന് പറയുന്ന ഒരു സെർവന്റിനെ എന്ത് ചെയ്യുന്നു, ഹണ്ടിങ്ങിന് കൊണ്ടുപോകുന്നു. അങ്ങനെ ഹണ്ടിങ്ങിന് കൊണ്ടുപോയിട്ട് ഒരു ഒരു സിംഹം വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഈ മോസഫ് ഖാൻ ആണ് എന്ത് ചെയ്യുന്നത്, അക്ബറിനെ സേവ് ചെയ്യുന്നത്. അങ്ങനെ ഈ മോസഫ് ഖാനെ ഒരു എംപയറിന്റെ കിങ്ങിന്റെ അസോസിയേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ജഹാംഗീറും അതുപോലെ തന്നെ അനൂപ് സിംഗ് ബക്ജുഗർ എന്ന് പറയുന്ന ഒരു രാജ്പുത് ക്ലാനിലുള്ള ഒരാള്, ഇവർ രണ്ടുപേരും ഹണ്ടിങ്ങിന് പോകുന്നുണ്ട്. സോ ഈ ഹണ്ടിങ്ങിന് പോകുമ്പോൾ ഈ ഇതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലയൺ എന്ത് ചെയ്യുന്നു, ജഹാംഗീറിന് നേരെ വരുന്നു. പക്ഷെ അവിടെ അനൂപ് സിംഗ് ബക്ജുഗർ എന്ത് ചെയ്യുന്നു, മുന്നിലോട്ട് ചാടിയിട്ട് ആ ലയണിന്റെ ശ്രദ്ധ പിടിച്ച് മാറ്റുന്നു. പക്ഷെ ഈ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ഈ സിംഹം കുറച്ച് ചെറുതായിട്ട് മുറിവൊക്കെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഈ ഒരു അദ്ദേഹം മുന്നോട്ട് ചാടിയതിനെ കൊണ്ട് തന്നെ ജഹാംഗീറിന് കൂടുതൽ പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല. അങ്ങനെ ഈ ഒരു ലോയൽറ്റി മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ ജഹാംഗീർ എന്ത് ചെയ്യുന്നു, ഇവർക്ക് ഈ അനൂപ് സിംഗ് ബക്ജുഗറിന് ഇദ്ദേഹത്തിന് സിംഗ് ദലൻ എന്ന് പറയുന്ന ദ ലയൺ ക്രഷർ എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു ഹണ്ടിങ് നമ്മളിത് ജസ്റ്റ് നോക്കുമ്പോൾ എന്താണ്, ജസ്റ്റ് കഥ മാത്രമാണ്. പക്ഷെ ഇവിടെ ഈ ജഹാംഗീറിന്റെ ഒരു എപ്പിസോഡ് എടുക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഈ ഹണ്ടിങ്ങിലൂടെ ഈ കിങ്ങിനോട് ലോയൽറ്റി എത്രത്തോളം ആളുകൾക്ക് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം ലോയൽറ്റി കിങ്ങിനോടുള്ള ഒരാൾക്ക് മാത്രമേ സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് മുന്നോട്ട് ചാടിയിട്ട് ആ ഒരു സിംഹത്തിന്റെ ശ്രദ്ധ പിടിച്ചു മാറ്റി വെക്കാൻ പറ്റുള്ളൂ, അല്ലെ? സോ അങ്ങനെയാണ് ആ ഒരു ലോയൽറ്റിയിൽ ഇംപ്രസ് ചെയ്തിട്ടാണ് ജഹാംഗീർ എന്ത് ചെയ്യുന്നത്, ഈ സിംഗ് ദലൻ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റില് അവിടെ കൊടുക്കുന്നത്. ഇതേപോലെ തന്നെയാണ് അക്ബർ മോസഫ് ഖാന് വേണ്ടിയിട്ടും കൊടുക്കുന്നത്. സോ ഇവിടെ ഹണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഒരു ഹണ്ടിങ് ഒരു സ്പോർട്ട് മാത്രമല്ല, പകരം അവിടെ ലോയൽറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ പവർ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഹണ്ടിങ് യൂസ് ചെയ്യുന്നു. പിന്നെ ഈ ഒരു ഹണ്ടിങ്ങിലൂടെ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ടൈഗർ, ലയൺ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി സ്വപ്നം ഉണ്ടാക്കുന്ന മൃഗങ്ങളാണ്. സോ അതിൽ നിന്നും രക്ഷ നേടാൻ വരുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ വരുന്ന ഒരാൾ വേണം അവർക്ക്. അവര് ഹണ്ട് ചെയ്യും, ഇവരൊക്കെ വധിക്കും. പക്ഷെ വേറൊരാൾ വന്നിട്ട് അവർക്ക് വേണ്ടി ഇത് ചെയ്യുമ്പോൾ അവിടെ നമ്മളൊരു പ്രൊട്ടക്റ്റീവ് പാറ്റേണിൽസ് എന്ന് പറയും. അതായത് പാറ്റേണിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാദർ ഫിഗർ പോലെ ഒരാൾ. ഓക്കെ, സോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കിങ് വന്നിട്ട് ഇങ്ങനെ ഹണ്ട് ചെയ്തിട്ട് ഈ ടൈഗർ, എലഫന്റ് ഇവരൊക്കെ വധിക്കുന്നുണ്ട്. സോ ഈ ട്രൈബൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോറസ്റ്റിലുള്ള ആളുകൾ നോക്കുമ്പോൾ ഓക്കെ, സമ്മൺ ഈസ് ദെയർ ടു ടേക്ക് കെയർ ഓഫ് അസ്, അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ മുഗൾ എംപറേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സാധാ ജനങ്ങളെ ഈ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഫോറസ്റ്റിലുള്ള ആളുകളുടെ അടുത്തുനിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ലോയൽറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഹണ്ടിങ്, സോ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പൊളിറ്റിക്സ് ആണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. സോ ഹണ്ടിങ്, വി വിൽ ബി യൂസിങ് ഹണ്ടിങ് ടു സീ ദ പൊളിറ്റിക്സ് ഓഫ് ലോയൽറ്റി അല്ലെങ്കിൽ ടു സീ ദ പൊളിറ്റിക്സ് ഓഫ് കൺസോളിഡേഷൻ ഓഫ് ദി പവർ.
മുഗൾസ് എങ്ങനെയാണ് ഈ ഹണ്ടിങ്ങിനെ ഒരു പവർ കൺസോളിഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എംപയർ കൺസോളിഡേറ്റ് ചെയ്യാനും ലോയൽറ്റി ആളുകളുടെ അടുത്ത് നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടും എങ്ങനെയാണ് അവർ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് ആണ് നമ്മളിവിടെ ഈ ഒരു മുഗൾസിന്റെ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളോട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇതുപോലെ തന്നെ ഉള്ള മറ്റൊരു എക്സാമ്പിൾ ആണ് ലൈക്ക് വിജയ രാംദാസ് സാറിന്റെ ഒരു രാജൻ പാരഡോക്സ് എന്ന് പറയുന്ന വർക്ക്. അതില് ബ്രിട്ടീഷേഴ്സ് എങ്ങനെയാണ് എലഫൻസ്, ഒരു സമയത്ത് എലഫൻസിനെ കൺസേർവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു സമയത്ത് ടൈഗേഴ്സിനെ ഹണ്ട് ചെയ്യുന്നുണ്ട്. സോ ഇതില് ടൈഗേഴ്സിനെ ഹണ്ട് ചെയ്യുന്നത് അവർക്കൊരു സ്പോർട്ടാണ്. അതേ സമയം എലഫൻസിനെ അവർ ഹണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ കൂടുതൽ എലഫൻസിനെ കൺസേർവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അവര് ടൈഗേഴ്സിനെ ഹണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ഇനാമായിട്ട് പൈസ കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എലഫന്റിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഓൺ ചെയ്യരുത്, ടച്ച് ചെയ്യരുത്, അതിനുള്ള ലെജിസ്ലേഷൻസ് വരുന്നുണ്ട്. സോ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഡെപ്തിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്, എലഫൻസ് എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആയിട്ടാണ് അന്ന് കണ്ടിരുന്നത്. ടിംബർ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്നതായിരുന്നു എന്ത്, എലഫന്റ് എന്ന് പറയുന്നത്. ടൈഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ പല രാജാക്കന്മാരുടെ അടുത്താലും നമുക്കറിയാം അതൊരു അതോറിറ്റി, പവർ അതോറിറ്റിന്റെ സിമ്പിളായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ ടിപ്പു സുൽത്താൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ രാജാക്കന്മാർ ഈ പുലികളെ കൊല്ലുമ്പോൾ ലൈക്ക് എന്താ പറയാ, ഷേർഖാൻ എന്നൊക്കെ പറയുന്ന പോലെ അതൊരു പൊളിറ്റിക്കൽ ടൈഗറിന് ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി ആയിട്ട് നമ്മൾ കാണാൻ കഴിയാറുണ്ട്. സോ ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യുന്നു, ടൈഗറിനെ ഹണ്ട് ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള എക്കോളജിക്കലി ഒരു അതോറിറ്റി സിംബലൈസ് ചെയ്യുന്ന ഒരു ടൈഗറിനെ വധിച്ചിട്ട് അവരാണ് വലിയ അതോറിറ്റി എന്നുള്ളത് കാണിക്കുന്നു ടൈഗറിനെ ഹണ്ട് ചെയ്യുമ്പോൾ. സോ അവരൊരു പവർ അതോറിറ്റിയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് എലഫന്റിനെ കൺസേർവ് ചെയ്യുമ്പോൾ അത് അവരുടെ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ആണ്. സോ ഈ ഒരു എന്താ പറയാ, രണ്ട് രീതിയിൽ നമ്മൾ ഈ ഒരു ബ്രിട്ടീഷേഴ്സിന്റെ ഒരു പോളിസിയിൽ ഉണ്ടാകുന്ന ഒരു എക്കോളജിക്കൽ ഇമ്പീരിയലിസത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ ഇവരെന്ത് ചെയ്യും, ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യും, ചില ലെജിസ്ലേഷൻസ് കൊണ്ടുവന്നിട്ട് ഈ ഒരു നമുക്കറിയാം ഇപ്പൊ നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ബയോസ്ഫിയർ റിസർവും നാഷണൽ പാർക്കും ആക്ച്വലി നമ്മളെ റിസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളത് കാണുന്നത്, അല്ലേ? പക്ഷേ അന്ന് നമ്മൾ നോക്കുമ്പോൾ ഫോറസ്റ്റിൽ ഓൾറെഡി എന്തുണ്ട്, ഫോറസ്റ്റിൽ ഓൾറെഡി ഈ ട്രൈബൽസിന്റെ ഏരിയ ആണത്, അല്ലേ? പക്ഷേ അവിടെ വന്നിട്ട് ബ്രിട്ടീഷേഴ്സിന് ചില ഫോറസ്റ്റിലോട്ട് ആക്സസ് ഉണ്ടാവില്ല, അവർക്ക് ആക്സസ് ഉണ്ടാവില്ല. അത് മാത്രമല്ല ഫോറസ്റ്റ് എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ല. സോ അവരെന്ത് ചെയ്യും, ഈ ഒരു ഹണ്ടിങ് ഓഫ് ആനിമൽസ്, അതല്ലെങ്കിൽ ഇവരുടെ കൃഷി കാര്യങ്ങൾ നശിപ്പിക്കുന്ന ടൈഗർ, എലഫന്റ്, വൈൽഡ് ബോർസ്, ഇവരെയൊക്കെ നമ്മൾ എന്താക്കാം, നമ്മൾ ഹണ്ട് ചെയ്തിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തീർത്തു തരാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷേഴ്സ് അവർ ഹണ്ടിങ്ങിന് കാട്ടിലോട്ട് ഇറങ്ങുന്നു. ഈ കാട്ടിലോട്ട് ഇറങ്ങുമ്പോൾ ഈ ടൈഗേഴ്സ് ഏതൊക്കെ കാട്ടിലോട്ട് പോകുന്നു ആ കാട്ടിലോട്ടൊക്കെ അവരെന്ത് ചെയ്യുന്നു, ഫോളോ അപ്പ് ചെയ്തിട്ട് ഓക്കെ അവർ ഈ ഫോറസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. മാത്രമല്ല അവർ ആ ഫോറസ്റ്റ് മൊത്തം ഒരു ബയോസ്ഫിയർ റിസർവോ നാഷണൽ പാർക്കോ അല്ലെങ്കിൽ റിസർവ് ഫോറസ്റ്റ് ആയിട്ട് അങ്ങനെ ടാഗ് ചെയ്യുമ്പോൾ പിന്നീട് അങ്ങോട്ട് വേറെ ആർക്കും എൻട്രി കിട്ടില്ല. അങ്ങനെ എൻട്രി കിട്ടാത്തപ്പോൾ എന്താ ചെയ്യുന്നത്, അത് ബ്രിട്ടീഷേഴ്സിന്റെ ഓണർഷിപ്പായി മാറി. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അതായത് ജസ്റ്റ് ഒരു ആക്ടിലൂടെ, അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഹണ്ടിങ്ങിലൂടെ, ഹണ്ടിങ് എന്ന് പറയുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് ജനങ്ങൾക്ക് സേഫ്റ്റി എന്നുള്ള രീതിയിൽ ഹണ്ടിങ്ങിലൂടെ അല്ലെങ്കിൽ ആ ലെജിസ്ലേഷനിലൂടെ എങ്ങനെയാണ് ഈ ഒരു ഫോറസ്റ്റിനൊക്കെ ഈ ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യുന്നത്, ഒരു എക്കോളജിക്കൽ ഇമ്പീരിയലിസം അല്ലെങ്കിൽ എക്കോളജിക്കലി എങ്ങനെയാണ് അവർ കൺക്വസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ നമ്മൾ ഈ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ അതുപോലെ തന്നെ പോളിസി ആംഗിളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, എൻവയോൺമെന്റൽ ഹിസ്റ്ററി നമുക്ക് പഠിക്കാം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് എന്ന് വെച്ചാൽ കൾച്ചറൽ ആൻഡ് ഇന്റലക്ച്വൽ എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഓക്കെ, സോ കൾച്ചറൽ ആൻഡ് ഇന്റലക്ച്വൽ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഡിസ്കോഴ്സസിലൂടെ നമുക്ക് പഠിക്കാം. ഫോക്ലോർ സോങ്സ് പഠിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ചില പാട്ടുകളൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ അതിൽ മെറ്റഫർ ആയിട്ട് എന്താ പറയുക, നമ്മൾ അലിപ്പുലി എന്നൊക്കെ പറയുമല്ലോ. സോ അതിൽ മെറ്റഫർ യൂസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ അലിപ്പുലി എന്ന് വിളിക്കാനുള്ള കാരണം, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മെറ്റഫർ യൂസ് ചെയ്യാനുള്ള കാരണം, ആ രീതിയിൽ അതല്ലെങ്കിൽ മറ്റുള്ള ഇന്റലക്ച്വൽ ഡിസ്കോഴ്സസിലൂടെ എൻവയോൺമെന്റൽ ഹിസ്റ്ററിയെ പഠിക്കുന്നതാണ് മൂന്നാമത്തെ രീതി. അത് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അതിൽ വിജയ് രാംദാസ് അദ്ദേഹത്തിന്റെ ഒരു വർക്ക് ഉണ്ട്, കണ്ടസ്റ്റിംഗ് ദ കോളനൈസർ ഓഫ് ഹോപ്പ്ലെസ് സബ്മിഷൻ. ഹലോ, ഓക്കെ. സോ കണ്ടസ്റ്റിംഗ് ദ കോളനൈസർ ഓഫ് ഹോപ്പ്ലെസ് സബ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എന്തുണ്ട് വർക്ക് ഉണ്ട്. സോ അതിലാണ് ഈ ഒരു കൾച്ചറൽ ആൻഡ് ഇന്റലക്ച്വൽ തിങ്സ് കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. സോ 1857 റാണി അവന്തിബായ്, രാംഗഡ് ക്വീൻ ആയിട്ടുള്ള റാണി അവന്തിബായ് ഈ 1857 റിവോൾട്ടിൽ ബ്രിട്ടീഷേഴ്സുമായിട്ട് പോരാടുന്നു. ഇങ്ങനെ പോരാടിയിട്ട് കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്യുന്നു, കാട്ടിൽ, അത് ഫോറസ്റ്റിലാണ് അവരെന്ത് ചെയ്യുന്നത്,
അത് സേഫ്റ്റി, അതായത് സേഫ് സോൺ ആയിട്ട് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടെത്തുന്നത്. സോ ഈ ഫോറസ്റ്റിൽ ആദിവാസി ഗോൺസ് ട്രൈബ്സ് ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഈ ഒരു എന്ത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒരു ക്വീനിന് ഫോറസ്റ്റ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ, സേഫ് അസൈലം എന്ന് നമുക്ക് വിളിക്കാം. അസൈലം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു പോകാനുള്ള ഒരു ഇടം എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സോ ഈ സേഫ് അസൈലം കൊടുക്കുന്നത് അവിടുത്തെ ഫോറസ്റ്റ് ആണ്, എക്കോളജിയാണ്. മാത്രമല്ല ഈ അവന്തിബായി അവിടെ ഫോറസ്റ്റിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഗോൺസ് ട്രൈബൽസ് എന്ത് ചെയ്യുന്നു, ഫോക്ക് സോങ്സ് എഴുതുന്നുണ്ട്. ഈ ഫോക്ക് സോങ്സിൽ എന്ത് പറയുന്നു, അതായത് ക്വീന് റാണി അവന്തിബായി ഇസ് അവർ ക്വീൻ എന്ന് പറയുന്നുണ്ട്. ദ ക്വീൻ ഓഫ് ജംഗിൾ എന്നാണ് പറയുന്നത്. സോ ക്വീൻ ഓഫ് ജംഗിൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, അതായത് ട്രൈബൽസ് ആണ് ഗോൺസ്, ഫോറസ്റ്റ്. സോ അവിടെ ട്രൈബൽസ് ആയിട്ടുള്ള ജനങ്ങൾക്ക് ഒരു നോൺ ട്രൈബൽ ആയിട്ടുള്ള ഒരു ക്വീൻ ആണ് വരുന്നത്. സോ അതിനൊരു പൊളിറ്റിക്കൽ ഇന്റലക്ച്വൽ ഡിസ്കോഴ്സ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇതിലൂടെയാണ്, ഫോക്ലോർ, അതായത് അവരുടെ ഗോൺസിന്റെ ഫോക്ലോർ പാട്ടിലൂടെയാണ് ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് റിപ്പീറ്റേഷൻ ആയിട്ട് കാണുന്നത് ഭോജ്പുരി ഫോക്ക് സോങ്സിൽ കുൻവാർ സിംഗ് 1857 റിവോൾട്ടിൽ ലീഡർ ആയിട്ടുള്ള കുൻവാർ സിംഗ്. സോ ഇദ്ദേഹവുമായി ബേസ് ചെയ്തിട്ടും ഭോജ്പുരി ഫോക്ക് സോങ്സിൽ കാര്യങ്ങൾ ഇതേപോലെ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, സോ ഇതില് ഒരു ഇന്റലക്ച്വൽ ഡിസ്കോഴ്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ഇന്റലക്ച്വൽ ഡിസ്കോഴ്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതെങ്ങനെയാണ്, അതായത് ഒരു ആംസ് ആക്ട് 1878 കൊണ്ടുവരുന്നുണ്ട്. ഈ ആംസ് ആക്ട് 1878 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർലമെന്ററി ഡിബേറ്റിൽ ഇടുന്നുണ്ട്. സോ ഈ ആംസ് ആക്ട് 1878 അതൊരു എക്കോ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതെങ്ങനെയാണ്, അതായത് ഈ ഒരു സമയത്ത് നമ്മൾ ഈ മസ്കുലിനിറ്റി, ആ ഒരു ബ്രിട്ടീഷ് പാസ്റ്റിന്റെ സമയത്ത് മാർഷ്യൽ മസ്കുലിനിറ്റി വളരെയധികം എന്താ പറയാ, വളരെയധികം പ്രൊപ്പോണ്ട് ചെയ്യുന്നൊരു സമയമായിരുന്നു. സോ ബ്രിട്ടീഷേഴ്സ് അവരുടെ മസ്കുലിനിറ്റി കാണിച്ചിരുന്നത് ഹണ്ടിങ്ങിലൂടെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈഗർ ഹണ്ടിങ്, എലിഫന്റ് ഹണ്ടിങ്, ആ രീതിയിലായിരുന്നു അവരുടെ മസ്കുലിനിറ്റിയെ റെപ്രസെന്റ് ചെയ്തിരുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ നാറ്റീവ്സ് ആയിട്ടുള്ള ഇന്ത്യൻസ് അവരുടെ മസ്കുലിനിറ്റിയും ഹണ്ടിങ്ങിലൂടെ തന്നെ ആയിരുന്നു. പക്ഷെ അവർ ഹണ്ടിങ് ചെയ്തിരുന്നത് അങ്ങനെ പ്രോപ്പർ ഹണ്ടിങ് അല്ല, അവരുടെ അഗ്രികൾച്ചർ ലാൻഡ്സ്കേപ്സിലോ ഫോറസ്റ്റിലോട്ടോ വീട്ടിലോട്ടോ വരുന്ന ടൈഗേഴ്സിനെ അവർ ഹണ്ട് ചെയ്യുന്നു. പക്ഷെ ഇവർ നോക്കുമ്പോൾ, ബ്രിട്ടീഷേഴ്സ് നോക്കുമ്പോൾ അവരുടെ മസ്കുലിനിറ്റിക്ക് അതേപോലെ തന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ട് അവിടെ അപ്പുറത്തൊരു മസ്കുലിനിറ്റി എമേർജ് ചെയ്യുന്നുണ്ട്. സോ ഇവരെന്ത് ചെയ്യുന്നു, ആംസ് ആക്ട് ഓഫ് 1878 എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു. പക്ഷെ ആംസ് ആക്ട് ഓഫ് 1878 ആക്ച്വലി കൊണ്ടുവരുന്നത് അതായത് ഈ ആംസ് ബ്രിട്ടീഷേഴ്സിനെതിരെ യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ ഈ റിവോൾട്ട് ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി അവിടെ ആംസ് ആക്ട് 1878 കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മളത് കുറച്ചും കൂടെ ഒന്ന് ഡെപ്തിൽ റീഡിങ് എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആംസ്, അതായത് ആംസ് എന്ന് പറയുമ്പോൾ റൈഫിൾസ്, ഈ സാധനങ്ങളൊക്കെ എന്താ നാറ്റീവ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നാറ്റീവ്സിന് ഇത് യൂസ് ചെയ്യാൻ പറ്റാതാവുമ്പോൾ അവർക്ക് ഹണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഹണ്ട് ചെയ്യാൻ പറ്റാതാവുമ്പോൾ അവർക്ക് മസ്കുലിനിറ്റി റിപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ അവർക്കില്ല. ഓക്കെ, പക്ഷേ ബ്രിട്ടീഷേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ദേ ഹാവ് ദ ഓപ്ഷൻ ഫോർ ദ ആക്സസ് ടു ഓൾ ദീസ് റൈഫിൾസ് ആൻഡ് ഓൾ. ഓക്കെ, സോ ഈ ഒരു റൈഫിൾസും കാര്യങ്ങൾക്കൊക്കെ ആക്സസ് ഉള്ളത് ബ്രിട്ടീഷുകാർക്ക് മാത്രമാണ്. സോ അവർക്ക് അവരുടെ മസ്കുലിനിറ്റി റിപ്രസെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ നാറ്റീവ്സിന് ഇല്ല, പകരം ബ്രിട്ടീഷേഴ്സിന് മാത്രമാണ്. സോ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർലമെന്റ് ഡിബേറ്റ്സിൽ ഈ ഒരു ഇന്റലക്ച്വൽ എക്കോ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ആണ് കൊണ്ടുവരുന്നത്. അതായത് ഹണ്ടിങ്ങിലൂടെ അതായത് ആംസ് ആക്ടിലൂടെ ഹണ്ടിങ് ഒഴിവാക്കുന്നതിലൂടെ ഇന്ത്യൻസിന്റെ മസ്കുലിനിറ്റി എന്താ പറയുക റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾ ഇല്ലാതാക്കിയത് എന്നുള്ള ഒരു ഇന്റലക്ച്വൽ ഡിസ്കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു വർക്ക് ജൂലി ഹ്യൂഗസിന്റെ ഒരു അനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ ഒരു വർക്ക് ഉണ്ട്. സോ അതിൽ കൊണ്ടുവരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്രോണോടോപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ക്രോണോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോണോടോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ ഈ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മുമ്പ് ഒരു ഫോറസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആൻസിസ്റ്റേഴ്സിന്റെ ഒരു ഫോറസ്റ്റ് ആയിരിക്കും. അവർ ഇവിടെ ഹണ്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ സാക്രഡ് സ്ഥലമായിരിക്കാം. പക്ഷെ പിന്നീട് ഞാനിപ്പോ ഹണ്ടിങ് ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാണ് എൻ്റെ ആൻസിസ്റ്റേഴ്സ് ഇവിടെ ഈ ഒരു സ്പേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഹണ്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഒരു എന്താ പറയാ പഴയകാല ചരിത്രങ്ങളൊക്കെ ഈ ഒരു സ്പേസ് യൂസ് ചെയ്തിട്ട് പറയുന്നു. അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ ഈ ക്രോണോടോപ്പ് എന്ന് പറയുന്നത്. ക്രോണോടോപ്പ് നമ്മൾ സ്പേസ് ടൈം, ഒരു സമയത്തുള്ള സ്പേസ് ആൻഡ് ടൈമിനെ മറ്റൊരു സമയത്തേക്ക് നമുക്ക് കണക്ട് ചെയ്യാം, ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിൽ കണക്ട് ചെയ്യാം. അതാണ് ക്രോണോടോപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എവിടെ, രാജ്പുത് പ്രിൻസസ്. ഒരു 20th സെഞ്ചുറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബ്രിട്ടീഷേഴ്സ് ഏകദേശം എല്ലാ സ്റ്റേറ്റും പിടിച്ചടക്കിയിട്ട് അതിലൊരു എക്സാമ്പിൾ രാജ്പുത് പ്രിൻസസിനെ ഈ ഒരു എന്താ പറയാ ഒരു പപ്പറ്റായിട്ട് അവിടെ നിർത്തുന്നു.
പക്ഷെ അവർക്ക് എന്ത് ചെയ്യുന്നു, ഈ രാജ്പുത് പ്രിൻസസിന് ഡയറക്റ്റ് ആയിട്ട് ഈ ബ്രിട്ടീഷേഴ്സിന് ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. പകരം അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യുന്നു, ഇവർക്ക് ഹണ്ടൊക്കെ ചെയ്യാം. ഓക്കെ, സോ ഹണ്ട് ചെയ്യാനാണെങ്കിലും റൈഫിൾസ് ശരിക്ക് കിട്ടുന്നില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സോ ഈ ബ്രിട്ടീഷേഴ്സ് വരുന്നതിന് മുമ്പ് ഈ രാജ്പുട്സിന്റെ എനിമീസ് ആരായിരുന്നു, ലൈക്ക് അവരുടെ പ്രശ്നക്കാരെന്ന് പറയുന്നത് മുഗൾസ്, അതല്ലെങ്കിൽ മറാഠാസ്. സോ ഇവരെന്ത് ചെയ്യുന്നു, ഈ ക്രോണോടോപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഓക്കെ ഞങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ഭയങ്കര ഹണ്ടേഴ്സ് ആയിരുന്നു, അതല്ലെങ്കിൽ ഷിക്കാർ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു സ്പോർട്സ് മാത്രമല്ല, അത് ഞങ്ങളുടെ മസ്കുലിനിറ്റിയെ തെളിയിക്കുന്നതാണ് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം ഇവർ കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടീഷേഴ്സ് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് രാജ്പുത് പ്രിൻസസിന്റെ മസ്കുലിനിറ്റിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഒരു ആന്റിക്വിറ്റീസ് ഓഫ് രാജ്പുത് ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് ഒരുപാട് വർക്കുകൾ വരുന്നുണ്ടല്ലോ. പക്ഷെ അതിൽ ഈ രാജ്പുത് പ്രിൻസസിനെ കുറിച്ചും രാജ്പുത് ഹിസ്റ്ററിയെ കുറിച്ചും കൂടുതൽ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഈ ഒരു സമയമായപ്പോഴത്തേക്ക് ഔട്ട്ഡേറ്റഡ് ആയി. സോ ഔട്ട്ഡേറ്റഡ് ആയപ്പോൾ ഇവർക്ക് വേറെ ഒരു കാര്യം വേണം, എന്ത്, ഈ ഒരു രാജ്പുത് ഗ്ലോറി കാണിച്ചു കൊടുക്കാൻ. സോ അതിന് ഇവരെന്ത് ചെയ്യുന്നു, ഈ ഒരു ലോർഡ് കേഴ്സൺ അതല്ലെങ്കിൽ അന്നത്തെ ഗവർണർ ജനറലിന്റെ കൂടെ ഇവരെന്ത് ചെയ്യുന്നു, കാട്ടിലോട്ട് ഹണ്ടിങ് രീതിയിൽ പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങളുടെ പഴയ രാജ്പുത് കിങ്സ് യൂസ് ചെയ്തിട്ടുള്ള ഹണ്ടിങ് യൂസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. സോ വി ഹാവ് ദാറ്റ് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഇത് ഈ ഒരു സ്പേസ് മാത്രമല്ല ലിറ്ററേച്ചറിലൂടെയും ആവാം. അതായത് ഫോക്ലോർ ലിറ്ററേച്ചർ, ഈ രാജ്പുത് ഫോക്ലോർ ലിറ്ററേച്ചർ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ അവരുടെ ആൻസസ്റ്റേഴ്സിനെ കുറിച്ച്, അവരുടെ ഹണ്ടിങ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ മസ്കുലിനിറ്റി എങ്ങനെയായിരുന്നു, ഭയങ്കര എന്താ പറയാ പൊക്കി പറഞ്ഞിട്ടുള്ള ഫോക്ലോർ ഹിസ്റ്ററി, അതും നമുക്ക് ക്രോണോടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. സോ അതാണ് ജൂലി ഹ്യൂഗസിന്റെ വർക്കിൽ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ആ ഒരു വർക്കിൽ പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു മൂന്ന് രീതിയിലാണ് നമ്മുടെ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ, ഈ ഒരു 3 രീതിയിലാണ് ദിസ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ജോൺ മെക്നീൽ നമുക്ക് ഈ 3 രീതിയിൽ നമുക്ക് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എഴുതാം എന്നുള്ളത് പറഞ്ഞു തരുന്നത്. സോ ഒന്നെന്താണ് മെറ്റീരിയൽ എൻവയോൺമെന്റൽ ഹിസ്റ്ററി, രണ്ടാമത്തേത് പൊളിറ്റിക്കൽ ആൻഡ് പോളിസി റിലേറ്റഡ് ആയിട്ട് എൻവയോൺമെന്റൽ ഹിസ്റ്ററി, മൂന്നാമത്തേത് കൾച്ചറൽ ആൻഡ് ഇന്റലക്ച്വൽ രീതിയിൽ എഴുതാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇനി നമ്മുടെ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമുക്ക് സമയത്തിന്റെ പരിധി ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എടുത്തിട്ട് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സോ ഈ ഇന്ത്യൻ ഹിസ്റ്ററി കോണ്ടെക്സ്റ്റിൽ ആൻഷ്യന്റ് എടുത്തു, മെഡീവൽ എടുത്തു, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ എടുത്തു അല്ലേ. ഇനി നമുക്കൊരു മലബാർ മാപ്പിള റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വൈൻഡപ്പ് ചെയ്യാം. അതിന്റെ മുമ്പ് ഒരു ചെറിയ കാര്യം പറയുന്നത് വെച്ചാൽ, ഈ ക്ലൈമറ്റ് ആൻഡ് എക്സ്ട്രീം വെതർ റിലേറ്റഡ് ആയിട്ട് വർക്കുകൾ വരുന്നില്ല, കുറവാണ്. പക്ഷെ അതില് കൂടുതൽ വർക്കുകൾ ഇന്ത്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററി കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഈ ഫോറസ്റ്റ് റിസോഴ്സ് കൺട്രോൾ, അതേപോലെ തന്നെ വൈൽഡ് ലൈഫ്, ഹണ്ടിങ്, പിന്നെ ഈ വാട്ടർ ഇറിഗേഷന്, അതേപോലെ തന്നെ ലോക്കൽ കമ്മ്യൂണിറ്റീസിന്റെ ഡിസ്പ്ലേസ്മെന്റ്, ഈ രീതിയിലാണ് കൂടുതൽ പഠിക്കുന്നത്. ഈ ക്ലൈമറ്റ് എക്സ്ട്രീം വെതർ റിലേറ്റഡ് ആയിട്ടുള്ള പഠനങ്ങൾ കുറവാണ്. പക്ഷെ അതിൽ ഈ അമിതാഭ് ഘോഷ്, അതുപോലെ തന്നെ ഡേവിഡ് ആർണോൾഡ്, ഇവരുടെ ഒക്കെ വർക്കുകൾ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കത് വേണമെങ്കിൽ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. സോ ഈ മലബാർ മാപ്പിള റിലേറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, മഹ്മൂദ് ഖുറയുടെ മൃഗകലാപങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ എന്ത് പറയുന്നുണ്ട്, ഈ 1852 റിവോൾട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഈ 1852 റിവോൾട്ടിൽ, ജസ്റ്റ് റിവോൾട്ട് ബ്രിട്ടീഷ് റെക്കോർഡ്സിൽ എങ്ങനെയാണ് പറയുന്നത്, അതായത് വാരാമ്പറ്റ വാസുദേവൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു ബ്രഹ്മ്യൻ അദ്ദേഹത്തെ 3 മാപ്പിളമാര് വധിക്കുന്നു. പക്ഷെ ഈ 3 മാപ്പിളമാര് പിന്നീട് എന്ത് ചെയ്യുന്നു, പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിലൂടെ അവരും മരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ പിന്നീടുള്ള റിപ്പോർട്ട് കുറച്ച് കൂടുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു 1852 റിവോൾട്ട് ഉണ്ടാവാനുള്ള കാരണം എന്താണ്, ഒരു ആനയാണ് കാരണം. ഒരു എലഫന്റ് ബേസ് ചെയ്തിട്ടാണ്, എലഫന്റ് ആണ് ഇവിടെ ഒരു റൂട്ട് കോസ് ആയിട്ട് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടെയുള്ള ലോക്കൽ ചീഫ്റ്റൻ ആയിട്ടുള്ള കണ്ടപ്പുണ്ണി നായർ എന്ന് പറയുന്ന ഒരു ഫ്യൂഡൽ, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് എന്ത് ചെയ്യുന്നു, ഒരു എലഫന്റ് പിറ്റ്, അതായത് ആനയെ പിടിക്കാനുള്ള കുഴി ഉണ്ടാക്കും. സോ അന്ന് ആന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതെന്ന് വെച്ചാൽ ടിംബർ മെർച്ചൻസ്, മാപ്പിളാസ് ആണെങ്കിലും ഈ ടിംബർ മെർച്ചൻസ് ആയിരുന്നു ചില ഭാഗം. നമ്മൾ മാപ്പിളാസിന് എടുക്കുമ്പോൾ ജസ്റ്റ് ഈ ഒരു എന്താ പറയുക 1921 റിവോൾട്ടിൽ മാത്രമുള്ള മാപ്പിളാസ് മാത്രമല്ല, ഒരുപാട് മാപ്പിളാസ് ഉണ്ട്. അതായത് പല ടൈപ്പ് ഓഫ് ഒക്യുപ്പേഷനിൽ ഉള്ള പെസൻസ് ഉണ്ട്, ടിംബർ മെർച്ചൻസ് ഉണ്ട്, ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് മാപ്പിളാസ് ഉണ്ടല്ലോ. സോ അതിൽ ഈ ഒരു ടിംബർ മെർച്ചൻസ് ആയിട്ടുള്ള മാപ്പിളാസിന് എന്ത് വേണം, ഈ ഒരു എലഫന്റ്, ആനയെ ആവശ്യമുണ്ട്. സോ അവർ ആന പിടിക്കുവാൻ എന്നുള്ളതൊക്കെ വില്യൻ ലോഗൻ അദ്ദേഹത്തിന്റെ വർക്കിലൊക്കെ എഴുതിയിട്ടുണ്ട്. എനിവേ ഈ ഒരു കണ്ടപ്പുണ്ണി നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ഈ ഒരു കുഴിയിൽ വീണ ആനയെ എന്ത് ചെയ്യുന്നു, പിടിക്കാൻ വരുന്നു.
അവര് ഇപ്പൊ പറയുന്നത് ഈ ഒരു ലാൻഡ്, അതായത് ഈ ഒരു എലഫന്റ് വീണിട്ടുള്ള ഈ ആന വീണിട്ടുള്ള കുഴി അത് അദ്ദേഹത്തിന്റെ സ്ഥലത്താണെന്നാണ് പറയുന്നത്. ഇത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു മാപ്പിളായിട്ടുള്ള അബ്ദുറഹ്മാൻ എന്ത് ചെയ്യുന്നു വരുന്നു. അങ്ങനെ ഈ ഒരു ആന അദ്ദേഹത്തിന്റെ ആണ് എന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യാൻ വരികയാണ് ചെയ്യുന്നത്. അതായത് അവകാശവാദം കൊണ്ടുവരുന്നു. അദ്ദേഹം പറയുന്നത് അന്നത്തെ കോട്ടയം രാജാവിന്റെ അടുത്ത് നിന്ന് പെർമിഷൻ എടുത്തിട്ട് ഈ ലാൻഡിൽ ഈ ഒരു ആനക്കുഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ അദ്ദേഹം എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഈ നായരുടെ അസോസിയേറ്റ്സ് പറയുന്നത് ഇത് അദ്ദേഹത്തിന്റെ സ്ഥലമാണ്. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ വരുന്നു. അങ്ങനെ അത് അന്നത്തെ ബ്രിട്ടീഷ് തഹസിൽദാറിന്റെ അടുത്ത് എത്തുന്നു. ബ്രിട്ടീഷ് തഹസിൽദാർ എന്ത് ചെയ്യുന്നു, അതൊരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്യുന്നു. പക്ഷേ കോംപ്രമൈസ് ആക്ച്വലി ഈ മാപ്പിളാസിന് തോന്നുന്നു അവർക്ക് അനുകൂലമായിട്ടല്ല വന്നത്. കാരണം കോംപ്രമൈസ് വരുന്നത് ആനയെ ഈ ഒരു ഫ്യൂഡൽ നായർ അദ്ദേഹത്തിന് കൊടുക്കുക, പക്ഷെ പൈസ എന്ത് ചെയ്യുന്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മാപ്പിള അദ്ദേഹത്തിന് കൊടുക്കുക. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു വലിയൊരു ക്ലാഷ് ആവുന്നു. അങ്ങനെ ഈ ഒരു ഫ്യൂഡൽ നായരും അതുപോലെ തന്നെ ഈ മാപ്പിള അസോസിയേഷനും തമ്മിൽ അതൊരു ഭയങ്കര ദേഷ്യത്തിലോട്ട് എത്തുന്നു. അങ്ങനെ ഈ ഒരു കണ്ടപ്പുണ്ണി നായർ അല്ലെങ്കിൽ അതുപോലെ അങ്ങനെ കുറച്ച് പേരെ വാരമ്പറ്റ വാസുദേവൻ നമ്പൂതിരി ഇവരെ എന്ത് ചെയ്യുന്നു, ഈ മാപ്പിളാസ് ഒരു ഓപ്പറേഷൻ മൊമെന്റിൽ എന്ത് ചെയ്യുന്നു, വധിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് ഇവിടെ ഒരു ആനയാണ്, ഒരു മ്യൂട്ട് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള, സംസാരിക്കാത്ത ഒരു വളരെ മനുഷ്യരുമായിട്ട് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ആന കാരണമാണ് ഇവിടെ പിന്നെ അത് 1852 റിവോൾട്ട് എന്ന രീതിയിൽ പിന്നീട് അതൊരു വലിയ റിവോൾട്ട് ആയിട്ട് മാറുന്നത്. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായപ്പോൾ അത് ഫൈനലായിട്ട് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് തഹസിൽദാർ എടുത്താണ് എത്തുന്നത്. സോ ഇവിടെ തഹസിൽദാർ എടുത്ത് എത്തണമെങ്കിൽ ഹി ഈസ് ദ ഫൈനൽ അഡ്ജൂഡിക്കേറ്റർ ഓഫ് ദി എക്കോളജി അല്ലെങ്കിൽ എലഫന്റ്. ഈ എലഫന്റ് ആരതാണെന്ന് തീരുമാനിക്കാൻ ആർക്കാണ് അവിടെ അവകാശമുള്ളത്? ബ്രിട്ടീഷിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള തഹസിൽദാറിനടുത്ത്. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, ബ്രിട്ടീഷ് പവർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് അതോറിറ്റി ആണ് ഇവിടെ ദി ഡിസൈർ ലൈക്ക് ദ ഓണർഷിപ്പ് ഓഫ് ദി എക്കോളജി. ഓക്കെ, ഇത് ഞങ്ങളുടെ എക്കോളജിയാണ്, ഞങ്ങളുടെ എലഫന്റ് ആണ്. സോ ഇത് ഈ ഒരു നായർ ഫ്യൂഡലിന് കൊടുക്കണോ അതല്ലെങ്കിൽ ഈ ഒരു മാപ്പിള അദ്ദേഹത്തിന് കൊടുക്കണോ എന്നുള്ളത് ബ്രിട്ടീഷ് തഹസിൽദാറാണ് തീരുമാനിക്കുന്നത്. സോ ഈ ഒരു ലെൻസിലൂടെയാണ് നമ്മൾ കുറച്ചുകൂടി കൂടുതൽ എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന ആസ്പെക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ ഈ മലബാറിലാണെങ്കിലും ബ്രിട്ടീഷേഴ്സ് ദേ ആർ ദി ഫൈനൽ ഓണേഴ്സ് ഓഫ് ദി എക്കോളജി. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ ഈ ഒരു എക്കോളജിക്കൽ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു മ്യൂട്ടായിട്ട്, അതായത് സംസാരിക്കുക ഒരു മിണ്ടാപ്രാണി ആയിട്ടുള്ള ഒരു എലഫന്റ്, ഒരു ആന എങ്ങനെയാണ് ഇത്രയും വലിയൊരു റിവോൾട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു മെറ്റീരിയൽ ആസ്പെക്റ്റിലൂടെ നമുക്ക് എന്താക്കാം, എക്കോളജിയെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. സോ ഇതാണ് ഒരു എക്സാമ്പിൾ. നിങ്ങൾക്ക് എക്കോളജി ആയിട്ട് എങ്ങനെ മലബാർ അല്ലെങ്കിൽ മലബാർ ലാൻഡ്സ്കേപ്സ് എങ്ങനെ ആണ് കണക്ട് ചെയ്യാം എന്നുള്ളത് ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു റിവോൾട്ടിന്റെ സമയത്ത് ഇവർ കാർഡുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എലഫൻസിനെ ഈ കാളവണ്ടി, നമ്മൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അവരൊക്കെ കാളവണ്ടി യൂസ് ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു അല്ലെ. സോ ഈ കാളവണ്ടി എന്ന് പറയുന്നത് അന്ന് നാട്ടിൽ കിട്ടാവുന്ന കാറും ഇതൊന്നും ഇല്ല, പക്ഷെ അവർക്ക് അന്ന് കിട്ടാവുന്ന വണ്ടി എന്ന് പറയുന്നത് കാളവണ്ടിയാണ്. സോ ദേ ആർ യൂസിങ് ദ ആനിമൽസ്. അതുപോലെ തന്നെ ഈ പിടിച്ചെടുത്ത, അതായത് ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്ന് പിടിച്ചെടുക്കുന്ന ഈ ഹോഴ്സസ്, കുതിരകൾ ഇവരെന്തെയ്യുന്നു ലീഡേഴ്സ് മീറ്റിംഗ് കൂടാൻ വരുമ്പോൾ അവർ യൂസ് ചെയ്യുന്നുണ്ട്. സോ എക്കോളജിക്കൽ ആസ്പെക്ട്സ് അവിടെ റിവോൾട്ടിൽ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഈ മൃഗകലാപം എന്ന് പറയുന്ന പുസ്തകത്തിൽ മഹ്മൂദ് കൂരിയ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് ഈ മലപ്പുറം പടപ്പാട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ മെറ്റാമോർഫിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. മെറ്റാമോർഫിസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നോൺ ഹ്യൂമൻ ബീങ്സുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന ഒരു രീതി നമുക്ക് ഈ ഒരു മലപ്പുറം പടപ്പാട്ടിൽ, അതിന് എക്സാമ്പിൾ ആണ് അലിപുലി. സോ പുലി എന്ന് പറയുന്നത് എന്താണ്, ഈ ആന്ത്രോപോമോർഫിസം. ഓക്കെ, പുലി എന്ന് പറയുന്നത് ഒരു അനിമൽ, സോ അലി എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീങ്. സോ ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ആന്ത്രോപോമോർഫിക് എലമെന്റ്സ് നമുക്ക് ഓരോ പാട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൂടുതൽ റിസർച്ച് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ വെള്ളപ്പൊക്കമാല എന്ന് പറയുന്നത് ഇപ്പോൾ ഐ തിങ്ക് ഇപ്പോൾ ഇഹ്സാനുൽ വർക്ക് ഇസ് ദ സോങ്സ് ഡ്യൂറിങ് ക്രൈസിസ് എന്ന് പറഞ്ഞിട്ട്. സോ അതിൽ ഫ്ലഡ് സോങ്സ്, ഓക്കെ, ഫ്ലഡ് എന്ന് പറയുന്നത് എക്കോളജി റിലേറ്റഡ് ആയിട്ട്, ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഫ്ലഡ് സോങ്സ് യൂസ് ചെയ്തിട്ട് ഹിസ്റ്ററി പഠിക്കുന്നത്. സോ അതൊരു എൻവയോൺമെന്റൽ ഹിസ്റ്റോഗ്രഫിയിൽ നമുക്ക് കൊണ്ടുവരാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ബീസ്റ്റ് ലിറ്ററേച്ചർ എന്ന് പറയും. ബീസ്റ്റ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിൽക്കോസ്കി എന്ന് പറയുന്ന ടോക്കിംഗ് അനിമൽസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്കിൽ ഈ ഒരു റെപ്രസെന്റിങ് എനിമീസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഴ്സ് ആസ് അനിമൽസ് ടു ഈസിലി ആർട്ടിക്കുലേറ്റ്. അതായത് ഇപ്പോൾ ഒരു സൊസൈറ്റിയെ നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല അന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത്.
ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പക്ഷിപ്പാട്ട്, രാമായണം തത്തയെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ഉണ്ടല്ലോ. അതിൽ ഈ തത്തയെ കൊണ്ട് രാമായണം പറയിപ്പിക്കുന്നത് ലൈക്ക് അതൊരു കഥയിലൂടെയാണ്. സോ അത് എന്തിനാന്ന് വെച്ചാൽ അന്ന് കാസ്റ്റസിസത്തെ കുറിച്ച് ക്രിട്ടിസൈസ് നേരിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു മൃഗത്തെ അല്ലെങ്കിൽ ഒരു പക്ഷിയെ കൊണ്ട് നമ്മൾ ഇത് പറയിപ്പിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഫൺ. പക്ഷെ തമാശ രൂപത്തിൽ ഓക്കെ നിങ്ങൾ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ തമാശ രൂപത്തിൽ എന്താക്കാം പറയാം. സോ അതിനാണ് അതിന് നമുക്ക് ബീസ്റ്റ് ലിറ്ററേച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ സിലോസ്കി എന്ന് പറയുന്ന ഇദ്ദേഹം ടോക്കിംഗ് അനിമൽസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്, ഈ എനിമീസിനെയും എക്സ്പ്ലോയിറ്റേറ്റേഴ്സിനെയും അനിമൽസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇറ്റ് വുഡ് ബി ഈസി ടു ആർട്ടിക്കുലേറ്റ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് എലിപ്പട. 1891 വന്നിട്ടുള്ള എലിപ്പട. സോ അതിൽ മലബാർ ഔട്ട്റേജസിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. പക്ഷെ മലബാർ ഔട്ട്റേജസിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ അനിമൽസിനെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് എക്സാമ്പിൾ ആണ് എലിപ്പാട്ട്, ഫറാത്ത് മാല എന്ന് പറയുന്ന എലിമാല, അതുപോലെ തന്നെ ഹിറാത്ത് മാല, പൂച്ചമാല. സോ ഇതൊക്കെ 1891 അനോണിമസ് ആയിട്ടുള്ള ഓതേഴ്സ് എഴുതിയിട്ടുള്ള വർക്കുകളാണ്. സോ ഈ മലബാർ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഈ ബീസ്റ്റ് ലിറ്ററേച്ചർ അതൊരു കാര്യം, അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ദർഗകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് നേർച്ച അല്ലെങ്കിൽ ദർഗകളിലൊക്കെ പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഹൈദരാബാദ് ദർഗകളിലൊക്കെ പോകുമ്പോൾ ഈ ആന്ത്രോപോമോർഫിക് ആയിട്ടുള്ള എലമെന്റ്സ് നമുക്ക് കാണാൻ കഴിയും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ അബ്ദുൽ ഖാദർ ജീലാനി. സോ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന സൂഫി, ഖാദിരിയ സിൽസിലയിലുള്ള സൂഫി വര്യൻ എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ നമ്മൾ ഹൈദരാബാദിലുള്ള പല ദർഗകളിൽ നോക്കുമ്പോൾ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അലിപുലി എന്ന് പറയുന്ന പോലെ ഒരു പുലി, ഒരു അതോറിറ്റി, ഒരു പവർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പല സ്ഥലത്തും നമുക്ക് ആ ഒരു ഫോട്ടോ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ അവിടെ ഒരു ആന്ത്രോപോമോർഫിക് എലമെന്റ്സ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. സോ ഒരു എക്കോ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിനെ നമുക്കൊരു എക്കോളജിയിലൂടെ പഠിക്കണമെങ്കിൽ യു ക്യാൻ ബ്രിങ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. സോ കൺക്ലൂഡ് ചെയ്യാണ്. സോ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് ഒരു എൻവയോൺമെന്റൽ ഹിസ്റ്ററി എമേർജ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അത് സൗത്ത് ഏഷ്യൻ എൻവയോൺമെന്റൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അത് ആൻഷ്യന്റ്, മെഡീവൽ, മോഡേൺ, ഈ 3 രീതിയിൽ എങ്ങനെയാണ് ചില വർക്കുകൾ എടുത്തിട്ടും ചില ആസ്പെക്റ്റുകൾ എടുത്തിട്ടും നിങ്ങൾക്ക് ഇത് മാത്രമല്ല ഐഡിയാസ് ഉള്ളത്. പക്ഷേ ഒരു സമയത്തിന് പരിമിതി ഉണ്ട്, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള അറിവിനെ കുറച്ചുകൂടി കൂടുതൽ ഇഗ്നൈറ്റ് ചെയ്തിട്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ട് കൂടുതൽ റിസർച്ച് കാര്യങ്ങൾ ഇതിലോട്ട് കൊണ്ടുവരാം. ഇതിൽ ഇന്ത്യൻ എൻവയോൺമെന്റൽ കോണ്ടെക്സ്റ്റിൽ ഒന്ന് ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടാണ്, കൊളോണിയൽ ഫോറസ്റ്റ് പോളിസി റിലേറ്റഡ് ആയിട്ടാണ് ഒരു രീതിയിൽ പഠിക്കുന്നത്. പിന്നെയുള്ളത് വൈൽഡ് ലൈഫ്, ഹണ്ടിങ്, കൺസർവേഷൻ, ആ രീതിയിലാണ്. മൂന്നാമത്തേത് അഗ്രേറിയൻ ലാൻഡ്സ്കേപ്പ് ബേസ് ചെയ്തിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ, റിവർ, ഡാംസ്, ഇറിഗേഷൻ, ആ രീതിയിലുണ്ട്. Then we have displacement on local communities, displacement of local communities. ട്രൈബൽസിനെ നമ്മൾ ഇവർ ആരെങ്കിലും വന്നിട്ട് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫോറസ്റ്റിൽ വന്നിട്ട് ട്രൈബൽസിനെ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ അതൊരു എക്കോളജിക്കൽ ഹിസ്റ്ററി കൂടിയായി. അതുപോലെ തന്നെ ക്ലൈമറ്റ് ആൻഡ് എക്സ്ട്രീം വെതർ, ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ട് വർക്കുകൾ വളരെ കുറവാണ്. സോ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇത് എൻവയോൺമെന്റൽ ഹിസ്റ്ററിയെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇന്റർ ഡിസിപ്ലിനറി ആണ് ഈ ഒരു എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഡിസിപ്ലിന്. അതായത് ആന്ത്രോപോളജി, സോഷ്യോളജി, അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ള ഒരുപാട് ആസ്പെക്ട്സുകൾ കടന്നു വരുന്ന, പൊളിറ്റിക്സ്, ഒരുപാട് ആസ്പെക്ട്സുകൾ കടന്നു വരുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറി ഡിസിപ്ലിൻ ആണ് എന്ത് ഈ ഒരു എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് ആർക്കൈവ്സിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടണമെന്നില്ല. പകരം നിങ്ങളൊരു റീഡിങ് എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ ആയിട്ട്, അതായത് നിങ്ങൾ ഒരു ഡോക്യുമെന്റ്സ് നോക്കുമ്പോൾ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ മറ്റൊരു ഡോക്യുമെന്റ്സ് നോക്കുക. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ആംസ് ആക്ട് 1878 നോക്കുമ്പോൾ നമ്മൾ ലെജിസ്ലേറ്റീവ് കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ആംസ് ആക്ട് എപ്പോഴാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ എന്തിനാണ് കൊണ്ടുവന്നത് നമുക്ക് കിട്ടും. പക്ഷെ അതേ സമയത്ത് നമ്മളൊരു വൈൽഡ് ലൈഫ് പോളിസി, ഹണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കൂടെ നോക്കുമ്പോഴാണ് ഓക്കെ വി ക്യാൻ റിലേറ്റ് ബോത്ത്. ഓക്കെ, അങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. സോ ആ ഒരു ഓരോ ആർക്കൈവ്സിലും എഴുതിയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് മറ്റൊരു ഇന്റൻഷൻസ് ഉണ്ടായിരുന്നു, ഒരു പൊളിറ്റിക്കൽ ഇന്റൻഷൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഇന്റലക്ച്വൽ ഇന്റൻഷൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് കൂടുതൽ എൻവയോൺമെന്റൽ ആസ്പെക്ട്സിലൂടെ നമുക്ക് ഹിസ്റ്ററിയെ നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതോടുകൂടി ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് ഹിയർ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് സെഷൻ. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ഇൻട്രാക്ഷൻ സെഷനിലേക്ക് കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഏകദേശം 1 hour നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. ഒരുപാട് താങ്ക് യു.
ഇനി ഇൻട്രാക്ഷൻ സമയമാണ്. ഒരു 10 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോളം നമ്മുടെ സ്റ്റുഡൻസിന്, പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഡിഗ്രി സ്റ്റുഡൻസും കുറച്ച് വിദ്യാർത്ഥികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണിത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പരമാവധി ഇതിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. ഹലോ, കേൾക്കാമോ? ഞാനേ ഇത് എല്ലാവർക്കും ഉപയോഗപ്പെടുത്തുന്ന ചോദ്യമാണോ അറിയില്ല. പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഒരു പേപ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻവയോൺമെന്റൽ ഹിസ്റ്ററി ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി, ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട്. എന്താ വെച്ചാൽ കേരളത്തിലെ ഡിഷ് വാഷിംഗ് ഹിസ്റ്ററി, അഥവാ പാത്രം എന്നത് ഒരു മൈക്രോ പോയിന്റ് ആയി എടുത്തിട്ട് അതിനെ ഡിഷ് വാഷിംഗ് ഒരു മൈക്രോ പോയിന്റ് ആയി എടുത്തിട്ട് കേരളത്തിലെ ഒരു മൈക്രോ പോയിന്റ് ആയി എടുത്തിട്ട് അതെങ്ങനെ ഒരു എക്കോളജി എങ്ങനെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ലേബറിനെ സ്വാധീനിക്കും എന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് പാത്രം കഴിക്കും, ഇതിപ്പോ ഈ സോപ്പൊക്കെ വരുന്നതിന് മുന്നേ കുറെ മെത്തേഡുകളാണ്. ഒരു ഫീൽഡ് വർക്ക് ഇറങ്ങിയ കുറെ ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടാൻ കഴിയും. ആ ഒരു രീതിയിൽ ഞാനൊരു പേപ്പർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു മൈക്രോ ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ ഒന്ന് കമ്പാരിസണും അതേപോലെ തന്നെ എങ്ങനെയാണ് ആ ഒരു റിലേഷൻഷിപ്പ്, എക്കോളജിയും ലേബറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പേപ്പറിൽ താങ്കൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനാവും? ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും എടുക്കാം എക്കോളജി, ലേബർ. പക്ഷെ അതിൽ നിങ്ങൾ കുറച്ചുകൂടെ എന്താ പറയാ, മറ്റുള്ള ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരുപാട് ആസ്പെക്ട്സ് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മതി. നമ്മൾ ഈ ഒരു കാര്യം മറ്റുള്ളവർക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ പക്ഷെ അത്ര അക്സെപ്റ്റൻസ് കിട്ടണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഔട്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മറ്റുള്ള സ്കോളേഴ്സിന്റെ അടുത്തൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് കൂടുതൽ എടുക്കാൻ നോക്കുക. മാത്രമല്ല ആർക്കൈവ്സ്, ജസ്റ്റ് ഒറ്റ ആർക്കൈവ്സ് മാത്രം നോക്കാതെ അതൊരു എക്കോളജിക്കൽ ഹിസ്റ്റോഗ്രഫിയിൽ, എൻവയോൺമെന്റൽ ഹിസ്റ്റോഗ്രഫിയിൽ മാക്സിമം പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ചില പേപ്പർ ചെയ്യുമ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഹണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊരു ജസ്റ്റ് ഒരു ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടണമെന്നില്ല. നേരെ മറിച്ച് അതൊരു ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജേർണൽസോ അതല്ലെങ്കിൽ ജോഗ്രഫി പ്ലസ് ഹിസ്റ്ററി എന്നുള്ള രീതിയിലുള്ള ജേർണൽസിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടും. മാത്രമല്ല കൂടുതൽ ഒരു വേറിട്ട അപ്രോച്ച് കൂടിയാവും. സോ ആ രീതിയിൽ നമുക്ക് ഒരു കുറച്ചുകൂടി ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് പിടിക്കുക എന്നുള്ളതാണ് വാട്ട് ഐ സജസ്റ്റ്. അത് ഇപ്പോ ഈ ഒരു എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്നുള്ളൊരു ഡിസിപ്ലിന് ഈ സാക്രിഫൈസ് അങ്ങനെയുള്ള റിലീജിയസ് ആയിട്ടുള്ള റിച്വൽസ് ഉണ്ടാവല്ലോ, പൊതുവെ ട്രൈബൽസ് ആണെങ്കിലും അവരൊക്കെ ചെയ്യുന്ന, ഇതിനെങ്ങനെയാണ് അഭിമുഖീകരിച്ചിട്ടുള്ളത്? ഒരു ചാലഞ്ച് ആയിട്ടാണോ, ആണെങ്കിൽ അതിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഈ സ്റ്റുഡൻസ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഇതിനെ കുറിച്ച്, അതായത് റിലീജിയസ് റിച്വൽസിനെ കുറിച്ച് കുറച്ചുകൂടി പറയുകയാണെങ്കിൽ സാക്രഡ് സ്പേസ് അതല്ലെങ്കിൽ ആ രീതിയിലാണ് കുറച്ച് വർക്ക് പിന്നെ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് സാക്രിഫൈസ് കുറച്ചുകൂടി അതൊരു എൻവയോൺമെന്റൽ ഹിസ്റ്ററി ആയിട്ട് കുറവാണ് തോന്നുന്നു. കുറച്ചുകൂടി ഞാൻ വായിച്ചിട്ടുള്ളത് ഒരു സാക്രഡ് സ്പേസ് അല്ലെങ്കിൽ സാക്രഡ് റിച്വൽസ്, അതിലെ എക്കോളജി എങ്ങനെയാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു നോർത്ത് ഈസ്റ്റ് ട്രൈബൽസിന്റെ ഹിസ്റ്ററി ഒക്കെ എടുക്കുകയാണെങ്കിൽ അവരുടെ ഒരുപാട് റിച്വൽസ് എന്ന് പറയുന്നത്, സാക്രിഫൈസ് എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയാ എക്കോളജിക്കലി കണക്റ്റഡ് ആണ്. സോ ആ രീതിയിൽ ഒരു എത്നിക് സ്റ്റഡി അങ്ങനെയാണ് പിന്നെ വന്നിട്ടുള്ളത്. അതൊരു ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റിൽ, ഇന്ത്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററി ആസ്പെക്റ്റിൽ കുറവാണ്. നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് അത് കൂടുതൽ. ഈ ലോങ് ഡ്യൂറ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് മൺസൂൺ വിൻഡ് അങ്ങനത്തെ സാധനങ്ങളെ വെച്ച് ഹിസ്റ്ററി മനസ്സിലാക്കാം. ആ ഒരു ഹിസ്റ്ററിയും പിന്നെ ആ ഒരു കൺസെപ്റ്റും ഈ ഒരു നിങ്ങളുടെ ഡിസിപ്ലിനായി എങ്ങനെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റും? റിപ്പീറ്റ് ചെയ്യോ? ലോങ് ഡ്യൂറ കൺസെപ്റ്റ് ഉണ്ടല്ലോ ഫെർണാണ്ടോ ബ്രൂഡലിന്റെ, ഇപ്പൊ മൺസൂൺ വിൻഡിനൊക്കെ അനുസരിച്ചുള്ള ഹിസ്റ്ററിയെ മൂപ്പർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതും നിങ്ങളെ ഈ ഡിസിപ്ലിനും തമ്മിലുള്ള കണക്ഷന്, റിലേറ്റിവിറ്റീനെ എങ്ങനെ വിശദീകരിക്കാൻ പറ്റുക? ഓക്കെ, ഇതിൽ ഞാൻ അതൊരു ക്ലൈമറ്റിന്റെ കാര്യങ്ങൾ കൂടുതൽ പ്രസന്റ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ബുദ്ധിസത്തിന്റെ ഒരു മൺസൂൺ സമയത്ത് ഇവരുടെ ഒരു ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പോലെ തന്നെ ഒരു എന്താ പറയാ ക്ലൈമറ്റിനെ കൂടുതൽ പഠിക്കുന്ന വർക്കുകൾ ശ്രദ്ധയിൽ അങ്ങനെ കൂടുതൽ പെട്ടിട്ടില്ല.
അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ആൻസർ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് നോക്കണം. ഹലോ, ആ അപ്പോൾ മോഡേൺ ഇന്ത്യയിൽ ലാസ്റ്റ് 2 centuries ആയിട്ട് ഈ എക്കോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ ഒരു ഡ്രാമാറ്റിക് ആണെന്ന് കാണുകയുണ്ടായി. അപ്പോൾ അതെങ്ങനെയാണ് സംഗതി? ഏത് രീതിയിലാണ് ഡ്രാമാറ്റിക് എന്നൊക്കെ പറയുമ്പം വെറും എന്താണ് ഒരു ബയാസിൻ്റെ പുറത്ത് എഴുതി തീർക്കുകയാണോ, അല്ലെങ്കിൽ എന്താണ്, ഏത് രീതിയിലാണ് ഈ ഡ്രാമാറ്റിക് എന്നുള്ളത്? ഡ്രാമാറ്റിക് എന്നുള്ളത് നിങ്ങൾ ഏത് വർക്കിലാണ് വായിച്ച്, ഏത് ഡ്രാമാറ്റിക് എന്ന് പറയാൻ കാരണം എന്താണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ഇത് സാറ് റെഫർ ചെയ്യുന്ന ഒരു ആർട്ടിക്കിളിലാണ്, അതിൽ ഫസ്റ്റ് ചാപ്റ്ററിലാണ് ഇതിൻ്റെ. ഏത് വർക്കായിരുന്നു അതിൽ, ഏത് വർക്ക് എന്ന് പറയാം? എൻവിറോൺമെന്റൽ ഹിസ്റ്ററി. ഓക്കെ ഓക്കെ, ഏത് വർക്കാണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഹെൽപ്പ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഡ്രാമാറ്റിക് എന്ന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോ ഈ ഇതായിരിക്കും, അതായത് ഈ ഒരു ബ്രിട്ടീഷേഴ്സ് എടുക്കുകയാണെങ്കിൽ 19th 20th century തന്നെ ഈ ഒരു പ്രിസർവേഷൻ പ്ലസ് കൺസർവേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവര് ഒരു സമയത്ത് പ്രിസർവ് ചെയ്യാണ്, അതായത് കൺസർവ് ചെയ്യാണ് ഒരു സമയത്ത്, അറ്റ് ദ സെയിം ടൈം മറ്റൊരു സമയത്ത് എന്ത് ചെയ്യുന്നു, ഹണ്ട് ആണ് ചെയ്യുന്നത്. സോ അതൊരു എന്താ പറയാ, ഒരു ഡ്രാമാറ്റിക് ആയിട്ടാണ് ഇവരുടെ ഒരു എക്കോളജിക്കൽ പോളിസി എന്നുള്ളതാവണം എന്നുള്ളതായിരിക്കും അവർ അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവണം. അത് ഏത് വർക്കിലാണെന്നൊന്നും പറയാമോ? ഞാൻ ഒരു 5-6 വർക്ക്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ഈ കോളനൈസേഷനോടായി ഒരു കോണ്ടസ്റ്റ് ഉണ്ടല്ലോ, ഒരു വർക്ക് പറയാണല്ലോ. ആ ഒരു വിഷയത്തിൽ പറഞ്ഞല്ലോ, എന്താണ് ഫോക്ലോർ വെച്ചാണ്ട് 1857 റിബലിനോട് പോരാടിയിട്ടുണ്ട് പറയാണ്ട്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെ ഒരു ഡീകോളനൈസേഷനുള്ള ആ ഒരു മൂവ്മെൻറ്റ്, ആ ഒരു തിയറി അത്രമാത്രം പിച്ചില്ല ഞാൻ പറയുകയാണെങ്കിൽ അത് ശരിയാവും. കാരണം ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് ഇപ്പോൾ കുൻവർ സിംഗ് പോലുള്ള ആൾക്കാരൊക്കെ അത് ചെയ്തിട്ടും എന്താ പറയുക, ഒരു ലിമിറ്റഡ് വേരിയേഷനിലാണ് ഡീകോളനൈസേഷൻ അവിടെ സംഭവിച്ചിട്ടുള്ളത്. ചുരുങ്ങിയ കാലത്ത് ഒരു മൂപ്പര് പരാജയപ്പെടുന്നു, പിന്നെ ഫോക്ലോർ ഇല്ല അവിടെ ഉള്ളൊരു. മൂപ്പര് പോയതോടെ പിന്നെ ആ സമുദായം മൊത്തം കോളനിവൽക്കരണത്തിൽ അകപ്പെടുകയാണ്. അപ്പോൾ അത് ഈ ഒരു എക്കോളജിക്കലായിട്ട് ഇവിടെ പറയുമ്പോൾ അതൊരു ലിമിറ്റഡ് വേരിയേഷനിലല്ലേ പോകുന്നുള്ളൂ എന്നുള്ള ഞാൻ പറയുകയാണെങ്കിൽ. അതായത് കുൻവർ സിംഗിന്റെ ആ ഒരു ഭോജ്പുരി ഫോക്ക് സോങ്സ് എനിക്ക് തോന്നുന്നത് അത് പിന്നീട് വരുന്ന അവരുടെ പിന്നീടുള്ള ചില റെസിസ്റ്റൻസിൽ, അതായത് അവിടെ മാത്രം ആവണമെന്നില്ല, അവരുടെ ബാക്കിയുള്ള ഫോളോവേഴ്സ് ഈ ഒരു ഭോജ്പുരി ഫോക്ക് സോങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ നമ്മളൊരു ഇപ്പോൾ പടപ്പാട്ടുകൾ എന്ത് ചെയ്യുന്നു, നമ്മളത് നമ്മുടെ പിന്നീടുള്ള ജനറേഷൻസ് എന്ത് ചെയ്യുന്നു, അതൊരു പിന്നീട് ആ ഒരു സ്ട്രഗിൾ റെജുവനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും യൂസ് ചെയ്യുന്ന രീതിയിൽ. സോ അത് അവിടെ ആ ഒരു കുൻവർ സിംഗിന്റെ എൻഡോട് കൂടി അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ആ ഒരു ഭോജ്പുരി ഫോക്ക് സോങ്സ് പിന്നീടും ബ്രിട്ടീഷേഴ്സിനെതിരായിട്ട് റെജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു വർക്കിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മളെ ഒരു ഈ മലബാർ കലാപത്തിന്റെ കാര്യങ്ങൾക്ക് തന്നെ ചില ഈ പടപ്പാട്ടുകളാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു മാലകളൊക്കെ ഇവർക്ക് ഭയങ്കര റെജുവിനേഷൻ തരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അത് ബാൻ ചെയ്യുന്നുണ്ട്. സോ അതുപോലെ ഇവിടെ ബാൻ ചെയ്തതായിട്ട് കാണുന്നില്ല, പക്ഷെ ഈ ഭോജ്പുരി ഫോക്ക് സോങ്സ്, കുൻവർ സിംഗിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഭോജ്പുരി ഫോക്ക് സോങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പിന്നീടുള്ള സ്ട്രഗിൾസ് റെജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സ്ട്രഗിൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് അത്രയും ആ ഒരു ലെവലിൽ ആന്റി കൊളോണിയൽ സ്ട്രഗിൾ ആയിട്ട് ഹൈ ലെവലിൽ വന്നിട്ടില്ല എങ്കിലും അത് പിന്നീട് ഒരു റെജുവിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ഈ നമ്മുടെ മിഖായൽ മേൻ്റെ ഒരു വർക്ക് ഉണ്ടല്ലോ, നമ്മളെ ഈ ഇതിൻ്റെ എൻവിറോൺമെന്റ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടെ സാർ തന്നിരുന്ന മിഖായൽ മേൻ്റെ. അപ്പോൾ അതിൽ സൂചിപ്പിക്കുന്ന സംഗതി ഉണ്ട്, നമ്മളെ ഈ റൂറൽ ഏരിയയിലുള്ള കാര്യമായിട്ട് നമ്മളെ ഈ എക്കോളജിക്കൽ കാര്യങ്ങളെ റിസോഴ്സിനെ ഭയങ്കരമായി യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് ഭയങ്കരമായി ഒരു എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് അർബൺ ഏരിയ ആണല്ലോ. പക്ഷെ എന്നാൽ പോലും റൂറൽ ഏരിയ എന്നാണ് കാര്യമായിട്ട്, അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്തിട്ടുള്ള പഠനങ്ങൾ കാര്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാകാൻ കാരണം എന്തായിരിക്കും, ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഈ ഒരു വർക്ക് ഞാൻ കൂടുതൽ വായിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ അതൊരു അർബൻ റൂറൽ ഡിഫറൻസ് മേ ബി ആ ഒരു ഹിസ്റ്റോഗ്രഫിന്റെ ഒരു ഗ്യാപ്പ് തന്നെ ആയിരിക്കും. കാരണം ഒന്നാമത് ഒരു എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഒരു എമർജ് ചെയ്ത് വരുന്നേ ഉള്ളൂ.
സോ അതിൽ തന്നെ നമുക്ക് എടുക്കാൻ ഇപ്പോൾ ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ പോളിസി അല്ലെങ്കിൽ ഒരു എക്കോളജിക്കൽ പോളിസി റിലേറ്റഡ് ആയിട്ട് മാത്രമാണ് ഇത് എമേർജ് ചെയ്ത് വരുന്നത്. സോ അർബൻ റൂറൽ ബേസ് എന്ന് പറയുമ്പോൾ അതൊരു ട്രൈബൽ ആണ്. സോ റൂറൽ ഫോറസ്റ്റ് എന്നുള്ള രീതിയിലാണ് കൂടുതൽ പഠനം നടന്നിട്ടുള്ളത്. സോ അർബൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഒരു ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ട് ആയിരിക്കില്ല മേ ബി പഠനങ്ങൾ നടക്കുന്നത്. മേ ബി ഒരു ക്ലൈമറ്റ് പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പഠനങ്ങൾ മേ ബി നടന്നിട്ടുണ്ടാവണം. സോ അർബൻ റൂറൽ എൻവയോൺമെന്റൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ രണ്ടും രണ്ട് രീതിയിലായിരിക്കാം മേ ബി പഠിക്കുന്നത്. സോ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതല്ല, രണ്ടും രണ്ട് രീതിയിലായിരിക്കാം പഠിക്കുന്നത് മേ ബി. സാറ് നേരത്തെ റെഫറൻസ് ചോദിച്ചില്ലായിരുന്നോ ആ ഡ്രാമാറ്റിക്കിൻ്റെ? അത് സാഗാ ജേണൽ എന്നുള്ള സൈറ്റ് എന്നുള്ളൊരു റൈറ്റിംഗ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി അതാണ്. ഓക്കെ ഓക്കെ. ഇത് എനിക്ക് തോന്നുന്നു ആ ഒരു ഡ്രാമാറ്റിക് ഉദ്ദേശം വെച്ചാൽ ഇവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കൺസർവേഷൻ ഒരു ഭാഗത്ത്, പിന്നെ അറ്റ് ദ സെയിം ടൈം മറ്റൊരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഹണ്ടിങ്. സോ അവിടെ ആ ഒരു ഡ്രാമാറ്റിക് തിങ്സ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇത് ഈ ഒരു കണ്ടസ്റ്റിംഗ് ദ കോളനൈസർ എന്നുള്ള ആ വർക്കിൽ ഈ ഒരു ഡ്രാമാറ്റിക് സാധനം പറയുന്നുണ്ട് തോന്നുന്നു. അതാ ഞാൻ ചോദിച്ചത്, ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ ചോദിച്ചേ. സാറിൻ്റെ ഒരു നമ്മൾ ലിമിറ്റഡ് ടൈമാണല്ലോ, അപ്പോൾ ഈ ടൈമിൽ എനിക്കിങ്ങനെ അതായത് മൊത്തത്തിൽ ഇത് എന്താണ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഫോറസ്റ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തതിന് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുണ്ടാവണ എഫക്റ്റ് ആയിട്ടാണല്ലോ ഈ പഠനങ്ങളൊക്കെ ഉണ്ടായതുള്ളത്. അപ്പോൾ ഈ ടോക്കിൽ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു, അതായത് ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഡീഫോറസ്റ്റേഷൻ ആഘോഷിക്കപ്പെടുന്നതായിരിക്കും തോന്നി. അതിപ്പം ടോക്കിൽ അതായത് പഠനത്തിലൂടെ ആഘോഷിക്കപ്പെടുന്നതാണോ നമ്മൾ ഉദ്ദേശിച്ചത്? അതായത് ആ രീതിയിലാണ് പഠനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതായത് ഒരു ഡീഫോറസ്റ്റേഷന് റീസൺസ് അല്ലെങ്കിൽ അവരിതിനെ ഓണേഴ്സ് ആയി അല്ലെങ്കിൽ അല്ല, ആഘോഷിക്കപ്പെടല്ല ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ആഘോഷിക്കപ്പെട്ട കാര്യത്തിനെ എങ്ങനെയാണ് ഹിസ്റ്റോറിക്കലി ഡീകൺസ്ട്രക്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഈ ഹണ്ടിങ് ആണെങ്കിലും ഈവൻ ബ്രിട്ടീഷ് ഈ ഒരു എക്കോളജിക്കൽ പോളിസികളാണെങ്കിലും, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടൈഗറിനെ ഹണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എലഫന്റിനെ പ്രിസർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എലഫന്റിനെ ഹണ്ട് ചെയ്യുന്നു, രണ്ടിനെയും ഹണ്ട് ചെയ്യുന്നു. പക്ഷെ ഹണ്ടിങ് ഒക്കെ എന്തിനാണ് ശരിക്കുള്ള ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മളത് ഡീകൺസ്ട്രക്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. റാദർ ദാൻ എന്താ പറയാ, നമ്മളതൊരു പുകഴ്ത്തി പറയുന്നതിനേക്കാളും അത് ഡീകൺസ്ട്രക്ട് ചെയ്തിട്ട് ഇതിനൊരു ഇന്റൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ആ രീതിയിലല്ലേ നമ്മൾ പറയുന്നത്. പിന്നെ ഈ മൈക്കിൾമാൻ്റെ ആർട്ടിക്കിളാണ് എനിക്ക് വായിക്കാണ്ടായിന്. അപ്പോൾ അതിൽ പറയേണ്ടത് എന്ത്, ഈ ബ്രിട്ടീഷിൻ്റെ പീരീഡ്, അതായത് കൊളോണിയൽ പീരീഡല്ല ഈ എൻവയോൺമെൻറ്റിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായത് അതിന് മുമ്പേ ഇതിൻ്റെ ഡിസ്ട്രക്ഷന് എൻവയോൺമെൻറ്റ് പ്രോബ്ലത്തിന് കാരണമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഇദ്ദേഹം എഴുതിയ ആളൊരു ജർമ്മനിക്കാരനാണ്. അങ്ങനെ ആയിട്ട് കൂടി നമ്മളൊരു ബ്രിട്ടീഷുകാരൻ എഴുതിയാണെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു, ഇതൊരു ബ്രിട്ടീഷുകാരൻ എഴുതിയോണ്ട് ഇതിനെ ബ്രിട്ടീഷിനെ വെള്ള പൂശാനാണ് ഇങ്ങനെ പറയണതെന്ന് പറയായിരുന്നു. പക്ഷേ ജർമ്മനിക്കാരനായിട്ട് കൂടി ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വെച്ച് അതിൻ്റെ മുമ്പേ സോഷ്യലായിട്ട് എൻവയോൺമെൻറ്റ് ഡിസ്ട്രക്ഷൻ നടന്നിട്ടുണ്ടെന്ന് ഉള്ള ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വെക്കാൻ കാരണം? അതായത് എൻവയോൺമെന്റ് ഡിസ്ട്രക്ഷൻസ് മുന്നേ നടക്കുന്നുണ്ട് നമുക്ക് പറയാം ഈസിലി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡൽഹി സൽത്തനത്തിന്റെ സമയത്താണെങ്കിലും എന്താ പറയാ, മുഗൾസിന്റെ സമയത്ത്, ഇപ്പോൾ ഡൽഹി സൽത്തനത്തിന്റെ സമയത്ത് എനിക്ക് തോന്നുന്നു ഡൽഹി മൊത്തം ഫോറസ്റ്റ് ആണ്. ഈ ഒരു എന്താ പറയാ തഗ്ഗീസിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് കുറെ ഫോറസ്റ്റുകൾ കട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സോ ആ സമയത്തും ഈ ഒരു ഡിഫോറസ്റ്റേഷൻ ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ എൻവയോൺമെന്റൽ ഹിസ്റ്ററിയിൽ ജസ്റ്റ് ഫോറസ്റ്റ് കട്ട് ചെയ്യുന്ന ഒരു കാര്യം മാത്രമല്ല നോക്കുന്നത്, അതിന്റെ പൊളിറ്റിക്സ് കൂടെ നോക്കും. സോ ബ്രിട്ടീഷേഴ്സ് വരുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള പൊളിറ്റിക്സ് കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഡൽഹി സൽത്തനത്തിന്റെ സമയത്ത് നമ്മളൊരു ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതൊരു തഗ്ഗീസിനെ അല്ലെങ്കിൽ അന്നുള്ള റോബേഴ്സിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആണ് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ബ്രിട്ടീഷേഴ്സിന്റെ സമയത്ത് അതിലൊരു അവരുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ ഇന്റൻഷൻസ് ഉണ്ട്. അതേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ. സോ ഈ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഡിഫോറസ്റ്റേഷൻ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. പക്ഷെ ഇത് കുറച്ച് കൂടുതൽ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ, കൊമേഴ്ഷ്യൽ പർപ്പസിന് അല്ലെങ്കിൽ വെറുതെ പൊളിറ്റിക്കൽ അതോറിറ്റിക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന രീതിയിലുള്ള ഡിഫോറസ്റ്റേഷൻ മാത്രമല്ല, ഹണ്ടിങ്ങും നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. ഹലോ, വിജയരാംദാസ് മണ്ഡലയുടെ വിജയരാംദാസ് മണ്ഡലന്റെ ദ രാജ് ആൻഡ് പാരഡോക്സസ് ഓഫ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്ന ആ ജേണൽ വായിച്ചിരുന്നു. അതിലെ ഒരു കീ ആർഗ്യുമെൻ്റ് ആയിട്ട് പറയുന്നതാണ് ഈ ബ്രിട്ടീഷ് രാജാണ് ഇന്ത്യയിൽ എൻവയോൺമെൻറ്റ് കൺസർവേഷൻ പ്രധാനമായി കൊണ്ടുവന്നത്. പക്ഷേ അവർ പ്രധാനമായിട്ട് അതിലൂടെ ലക്ഷ്യം വെച്ചത്
കൊമേഴ്ഷ്യലൈസേഷൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അതായത് ബ്രിട്ടീഷ് രാജ് കൺസർവേഷൻ എന്ന് പറയുമ്പോൾ ഓക്കെ, ഈ കൺസർവേഷനിലൂടെ എങ്ങനെയാണ് അത് ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ ഒന്നുകൂടെ? അതായത് ബ്രിട്ടീഷ് രാജ് കൺസർവേഷൻ ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം ഈ കൊമേഴ്ഷ്യലൈസേഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് ക്ലാരിറ്റിയോട് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? അതെ, കൊമേഴ്ഷ്യലൈസേഷൻ ആയിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം എന്നുള്ള ഒരു ആർഗ്യുമെന്റ് അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതേപോലെ തന്നെ കൺസർവേഷൻ എന്ന് പറയുന്നുണ്ട് അല്ലേ? അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കൺസർവേഷൻ, അതായത് ഇത് രണ്ടും ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ ഒരു പൊളിറ്റിക്സ് നമുക്ക് നോക്കിയിട്ടാണ് അതിൽ ആ വർക്കിൽ കൂടുതൽ പറയുന്നത്. അതായത് ഈ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ബ്രിട്ടീഷ് എന്ത് ചെയ്യുന്നുണ്ട്, കൺസർവ് ചെയ്യുന്നുണ്ട്. അതായത് ലെജിസ്ലേഷൻ കൊണ്ടുവരിക, അതായത് ഫോർ എക്സാമ്പിൾ ഈ നാഷണൽ പാർക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ ഒരു ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരുമ്പോൾ എന്താണ് ഒറ്റ നോട്ടത്തിൽ ഓക്കെ അത് കൺസർവ് ചെയ്യണം. അതായത് അവിടുന്ന് ചെടികൾ പറിക്കരുത്, അല്ലെങ്കിൽ മരം വെട്ടരുത്, അവിടുത്തെ മൃഗങ്ങളെ ഹണ്ട് ചെയ്യരുത് എന്ന് പറയുന്നത് ഒറ്റ നോട്ടത്തിൽ എന്താണ് കൺസർവേഷൻ ആണ്. പക്ഷെ അത് അവർ ചെയ്യാനുള്ള കാരണം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഡെപ്തിൽ നോക്കുമ്പോൾ അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യാനാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എലഫന്റിനെ ഹണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ആക്ട് വരുന്നുണ്ട്. പക്ഷെ എലഫന്റിനെ എന്തുകൊണ്ട് ഹണ്ട് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ എന്താണ്, ഓക്കെ എലഫന്റിനെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ആക്ട് ആണ് കൊണ്ടുവരുന്നത് എന്നായിരിക്കും. പക്ഷെ അവിടെ എലഫന്റ് ആ സമയത്ത് ഭയങ്കര കൊമേഴ്ഷ്യൽ ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് ഈ ടിമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആണ്. സോ അതിന് യൂസ് ചെയ്യണമെങ്കിൽ, എലഫൻസിന് യൂസ് ചെയ്യണമെങ്കിൽ എലഫൻസിന് എന്താവണം, ബ്രിട്ടീഷുകാരെ ഓണർഷിപ്പ് ആവണം. അപ്പൊ എന്താവണം, അവിടെയുള്ള എല്ലാ എലഫൻസിന്റെ ഓണർഷിപ്പും ബ്രിട്ടീഷുകാർക്ക് മാത്രമേ എന്ത് ചെയ്യാം, എലഫൻസിനെ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ള ആളുകൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, എലഫൻസിനെ ടച്ച് ചെയ്യാൻ പറ്റില്ല ഈ ആക്ടിലൂടെ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഓക്കെ ഇപ്പൊ നമ്മൾ ഇന്ന് ഒരു കാട്ടിലോട്ട് പോകുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് കാട്ടിൽ പോകാൻ പാടില്ല ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എന്ന്. പക്ഷെ അത് ആക്ച്വലി ആരെ ഡിസൈഡ് ചെയ്യുന്നത്, ഈ ബ്രിട്ടീഷേഴ്സ് ആണ്. സോ അവിടെ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസ് അറ്റ് ദ സെയിം ടൈം അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. സോ ഇത് രണ്ടും അവിടെ കളിക്കുന്നുണ്ട്. ജസ്റ്റ് കൺസർവേഷൻ മാത്രമല്ല, ഇതിന്റെ ഒരു പാരഡോക്സ് ഓഫ് എന്താണ്, കൺസർവേഷൻ ഒരു ഭാഗത്തിന്റെ അറ്റ് ദ സെയിം ടൈം ഒളിഞ്ഞ് മാസ്ക്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യലൈസേഷൻ അവിടെ ഉണ്ട്. ഈ കൊമേഴ്ഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കൺസർവേഷൻ ഐഡിയ അവർ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ആ പാരഡോക്സ് എന്ന് പറയുന്ന ആ ഒരു വർക്കിൽ മുപ്പര് കൊണ്ടുവരുന്നത്. ഹലോ, ഈ ഇന്ത്യയിൽ എക്കോളജിക്കൽ ആസ്പെക്ട്സിൽ എഴുതിയ കുറെ റൈറ്റിങ്സിനെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഇഗ്നോർ ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇപ്പം മുണ്ടക്കൈ ദുരന്തത്തില് അതില് ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ ഒരു മൂല്യത നമ്മളിവിടെ മനസ്സിലാക്കണേ. അത് കണ്ടംപററി ആയിട്ടാണോ പറയുന്നത് അതോ ഹിസ്റ്റോറിക്കൽ ആംഗിളിലൂടെയാണോ പറയുന്നത്? കണ്ടംപററി ആയിട്ട്. ഓക്കെ. അപ്പം നമ്മൾ അതിന്റെ ഈ ഇങ്ങനത്തെ ഓരോ റൈറ്റിങ്സിനെ ഇഗ്നോർ ചെയ്യുന്നതോട് കൂടെ ഉണ്ടാവുന്ന കോൺസിക്വൻസ് എന്തായിരിക്കും എന്നുള്ളത് പറഞ്ഞല്ലോ. റൈറ്റിംഗ്സിനെ അതിന്റെ കോൺസിക്വൻസസ് ഉറപ്പില്ല. നമ്മൾ ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിരസിച്ചിട്ടുണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് കണ്ടംപററി രീതിയിലാണെങ്കിൽ ചോദിക്കുന്നതെങ്കിൽ കണ്ടംപററി രീതിയിൽ നമ്മൾ അതിനെ ഒഴിവാക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗാഡ്ഗിൽ കമ്മിറ്റി പറയുന്നത് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതിനവിടത്തുള്ള സൊസൈറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലോക്കൽ പോപ്പുലേഷൻ ഒരുപാട് കാര്യങ്ങൾ മാറ്റിയാലേ ചിലപ്പോൾ നമുക്ക് അവിടെ പറഞ്ഞ റെക്കമെൻഡേഷൻസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അതിപ്പോ അവിടെയുള്ള ഒരു ലോക്കൽ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അവിടെയുള്ള ആളുകളെ മാറ്റണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരെ എങ്ങോട്ട് മാറ്റും. അപ്പം അതിൻ്റെതായിട്ടുള്ള ആൻസർ വേണം. സോ ഈ കണ്ടംപററി ആയിട്ട് ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസോ അതിൻ്റെ ഒരു പഠനം നടക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാകും. അപ്പം ചില ഗവൺമെന്റ് അതെന്ത് ചെയ്യാം, അത് ഫോളോ അപ്പ് ചെയ്യാം, ചില ഗവൺമെന്റ് റിജക്ട് ചെയ്യാം. എനിവേ അത് കണ്ടംപററി ആണ്, അതുകൊണ്ട് തന്നെ അവർ പറയുന്നതിൽ എന്തായാലും കാര്യം ഉണ്ടാവും, ഇല്ലാണ്ടിരിക്കില്ല. പക്ഷെ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. സോ ഇവിടെ കണ്ടംപററിയും അതുപോലെ തന്നെ ഹിസ്റ്ററിയും രണ്ട് രീതിയിലല്ല, പക്ഷെ നമ്മൾ നോക്കി കാണുന്ന രീതി രണ്ടായിരിക്കണം. ഇന്ന് അത് കണ്ടംപററി ആണ്. നമ്മൾ ഇവിടെ ഒരുപാട് ഡിസ്കസ് ചെയ്തത് ഒരു ആൻഷ്യന്റ് മെഡീവൽ കൂടുതൽ ബ്രിട്ടീഷ് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ കണ്ടംപററി രീതിയിലായിട്ട് പറയുകയാണെങ്കിൽ അന്ന് റെക്കമെൻഡേഷൻസ് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് വലിയ കാര്യം. ഈവൺ ഗാഡ്ഗിൽ കമ്മിറ്റി ആണെങ്കിൽ പോലും അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ നേരത്തെ നമ്മൾ മുഗളിൻ്റെ ഈ കാലഘട്ടത്തിലും ഇപ്പോൾ ഈ ഒരുപാട് എൻവിറോൺമെൻറ്റൽ ഡിസ്ട്രക്ഷനും മറ്റൊക്കെ ഉണ്ടാകുന്നുണ്ട്, പറഞ്ഞ ബ്രിട്ടീഷിൻ്റെ കാലത്ത് ഉണ്ടാകുന്നുണ്ട്. കാരണം പക്ഷേ നമ്മൾ കൂടുതലായിട്ട് ബ്രിട്ടീഷ് അല്ലെങ്കിൽ കൊളോണിയൽ രീതിയിൽ പഠനങ്ങൾ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാരണം മെയിൻലി അവിടുത്തെ ഒരു പൊളിറ്റിക്സാണ്. പക്ഷെ നമ്മൾ അതേസമയം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ കൊളോണിയൽ രാജ്യങ്ങളല്ലാത്ത അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ വരാത്ത രാജ്യങ്ങളിപ്പോൾ ആണെങ്കിൽ പോലും ഇപ്പോൾ US ആവട്ടെ, ഫ്രാൻസ്, ഇവിടെയൊക്കെ കാര്യമായിട്ട്
സയൻറ്റിഫിക് ഫോറസ്റ്റിലൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ കാണാൻ കഴിയുമല്ലോ. അപ്പോൾ അതിന് അതിമൊക്കെ കൂടുതലായിട്ട് പഠനങ്ങൾ ഫോക്കസ് ആയി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് വരാൻ കാരണങ്ങളുണ്ടോ അറിയാൻ വേണ്ടിയിട്ട്? അതായത് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് കൂടുതൽ ഇന്ത്യൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററി കോണ്ടെക്സ്റ്റിലാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതൊരു ഡിസിപ്ലിൻ ഇന്ത്യയിലോട്ട് എത്തുന്നതിന് മുമ്പേ ഇതൊരു, നിങ്ങൾ നേരത്തെ ഇപ്പോൾ US എന്ന് മെൻഷൻ ചെയ്തല്ലോ, സോ ഇതൊരു സ്പെസിഫിക് ഡിസിപ്ലിൻ ആയിട്ട് വരുന്നത് US ഗ്രൂപ്പ് ഓഫ് സ്കോളേഴ്സിൽ നിന്നാണ്. അതിലിപ്പോൾ അതൊരു കുറച്ചുകൂടി ഒരു കണ്ടംപററി റിലേറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ FJ ടേണറിന്റെ ഒരു ഫ്രോണ്ടിയർ തെസിസ് എന്ന് പറഞ്ഞിട്ടൊരു വർക്ക് ഉണ്ട്. സോ അത് ഈ ഒരു എന്താ പറയുക യൂറോപ്യൻ സെറ്റിലർ കോളോണിയലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ, അതായത് പറഞ്ഞിട്ട് അവിടെ സെറ്റിൽമെന്റ്, ലാൻഡ് സെറ്റിൽമെന്റ് ആ രീതിയിൽ പറഞ്ഞിട്ട് പിന്നെ അത് അമേരിക്കൻ ഡെമോക്രസിയായി ഇൻസ്പയർ ചെയ്യുന്നതൊക്കെ ഉണ്ട്. സോ ഈ ഒരു US നിന്നും വർക്കുകൾ വരുന്നുണ്ട്, പക്ഷെ അത് വേറെ രീതിയിലാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലോട്ട് വരുമ്പോൾ അതൊരു ബ്രിട്ടീഷ് കൊളോണിയൽ ആംഗിളിലാണ് കൂടുതൽ വർക്ക് ചെയ്തപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് കൂടുതൽ ഇന്ത്യൻ എൻവയോൺമെന്റ് ഹിസ്റ്റോറിയോഗ്രഫി എന്ന രീതിയിലാണ് നമ്മൾ കൂടുതൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്ന് വെച്ചിട്ട് US അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ അത് ഇല്ല എന്നല്ല, അവിടെയും ഉണ്ട്, നടന്നിട്ടുണ്ട്. ഈ ചെറിയ ഡൗട്ട് വെച്ചാൽ ഒരു ചെറിയ സംഗതി വെച്ചാൽ ഇപ്പം നമ്മൾ ഈ അനിമൽസിൻ്റെ ഒക്കെ വെച്ച് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ മനുഷ്യന്മാർക്ക് ഇതിൽ ഒരുപാട് ആഘാതങ്ങളും മറ്റൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആദിവാസി സ്ത്രീകൾ അവരുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആവട്ടെ മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് വർക്കുകൾ വന്നിട്ടുണ്ടോ എന്നറിയാനായിരുന്നു. അതായത് ആദിവാസി സ്ത്രീകളല്ല, ആദിവാസി ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് ഇപ്പോൾ നമ്മുടെ ഭാഗ്യ ബുക്കിയന്റെ വർക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ട്രൈബൽ ഹിസ്റ്ററിയാണ്. സോ അത് നമ്മൾക്ക് തോന്നുന്നു വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് എൻവയോൺമെന്റ് രീതിയിൽ കൂടുതൽ ടച്ച് ചെയ്യുന്നില്ലെങ്കിലും അതൊരു സബാൾട്ടൻ ഹിസ്റ്ററി എന്ന രീതിയിൽ, ട്രൈബൽ ഹിസ്റ്ററി എന്ന രീതിയിൽ പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഭാഗ്യ ബുക്കിയ, ഇദ്ദേഹത്തിന്റെ ട്രൈബൽ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൊക്കെ. ഏഷ്യൻ റിവ്യൂ ഓഫ് ദ വേൾഡ് ഹിസ്റ്ററീസ് എന്നുള്ള ആ വർക്കിൽ ബസ്തർ കിങ്ഡം എന്നുള്ള ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദിവാസികൾ ഒരു പിന്നെ എന്താ പറയുക, ഒരു ഗ്രാമസഭകൾ ആ രീതിയിലുള്ള ഒരു സമൂഹത്തെ ഒരു കിണ്ടാക്കി പിന്നെ വിശേഷിപ്പിക്കാൻ പറ്റുമോ? അതിന് എത്ര പ്രസക്തി ഉണ്ട്? എങ്ങനെ? അതായത് ബസ്തറിന്റെ ഒരു വില്ലേജ് മനസ്സിലായില്ല. അതായത് ഈ ബസ്തർ അവിടുത്തെ പിന്നെ ഈ ഭരണ സിസ്റ്റം എന്നുള്ളത് പഞ്ചായത്ത് രാജ് അങ്ങനത്തെ ഒരു സിസ്റ്റം ആണല്ലോ, വില്ലേജേഴ്സ്. അപ്പോൾ അതിനെ ഈ വർക്കിൽ അതിനെ ഉപയോഗിച്ചത് ബസ്തർ കിങ്ഡം എന്നുള്ളൊരു ടേം യൂസ് ചെയ്യുന്നുണ്ട്. കിങ്ഡം എന്നുള്ളതാകുമ്പോൾ കുറച്ചും കൂടി ഒരു പിന്നെ വൈഡായ ഒരു മേഖലയാണല്ലോ നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഈ ടേം ഇതിലേക്ക് നമുക്ക് പറയാൻ പറ്റും, കിങ്ഡം എന്നുള്ളൊരു വേർഡ് ബസ്തർ ആവുന്നതായിരിക്കും. അതെനിക്ക് തോന്നുന്നത് വെച്ചാല് അവരുടേതായിട്ടുള്ള ഇനീഷ്യേറ്റീവില് ഒരു കിങ്ഡം എന്നുള്ള രീതിയിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ട്രൈബൽസിന് അവർക്ക് അവരുടേതായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ നമ്മളൊരു കിങ്ഡം എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഒരു സിസ്റ്റമാറ്റിക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ ഇവിടെ ഒരു പഞ്ചായത്ത് സിസ്റ്റം, ഒരു ട്രൈബൽസ് ഒരു പഞ്ചായത്ത് സിസ്റ്റം പോലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഒരു സ്ട്രഗിൾസിന്റെ സമയത്ത് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അതൊരു റൊമാൻറ്റിസൈസ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതേ ഒരു സംഭവം പോലെ തന്നെ അവിടെ അവർ ചെയ്യുമ്പോൾ വൈ കാണ്ട് വി കോൾ ഇറ്റ് ആസ് എ കിങ്ഡം എന്നുള്ള രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വേറെ ആരെങ്കിലും ചെയ്യുമ്പോൾ അതൊരു കിങ്ഡം, ട്രൈബൽസ് ചെയ്യുമ്പോൾ അതൊരു കിങ്ഡം അല്ലാതാവുന്ന അതേ രീതി വേണ്ട. ദേ ആർ ഓൾസോ യൂസിങ് സം സിസ്റ്റമാറ്റിക് തിങ്സ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ്. ആ രീതിയിലായിരിക്കാം അവർ കിങ്ഡം എന്നുള്ളത്, അതൊരു എന്താ പറയാ, അങ്ങനെ ടാഗ് ചെയ്യപ്പെട്ടതായിരിക്കാം. അതായത് ഒരു ബസ്താർ കിങ്ഡം എന്നുള്ളത് ഒരു വലിയ രാജ കുടുംബം അന്ന് ആ രീതിയിലായിരിക്കില്ല അത് പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പൊ നമ്മള് മാപ്പിള രാജ്യം എന്നൊക്കെ പറയൂലേ. കോണ്ടെക്സ്റ്റ് ഞാനിപ്പോൾ തിസീസ് ചെയ്തപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളുണ്ടല്ലോ കേരളത്തിലുള്ള പണ്ട് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ ഞാൻ കിങ്ഡം യൂസ് ചെയ്തപ്പോൾ അതിനൊരു തെറ്റായി തിരുത്തിയിട്ടുണ്ട്. കാരണം ഒരിക്കലും കിങ്ഡം യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള സാധനം, കിങ്ഡം എന്നുള്ളത് കുറച്ചും കൂടി വൈഡ് ആൻഡ് ഇതായിട്ടുള്ള രീതിയിലുള്ളതാണ്, കുറച്ച് ഭരണ സ്ട്രക്ചറൊക്കെ വേണം. ആ ഒരു ഐഡിയ എനിക്ക് കിട്ടി പാസ് ചെയ്ത് തന്നിരുന്നു. അപ്പോൾ ആ ഒരു നിന്നാണ് എൻ്റെ ഈ ചോദ്യം ഉണ്ടായത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ പറയാം. അത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ അതൊരു കിങ്ഡം എന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ ചില ടേംസ് യൂസ് ചെയ്യുമ്പോൾ ഓക്കെ ഇന്ന ടേംസിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും ഇപ്പോൾ മസ്കുലിനിറ്റി എന്ന് പറയുമ്പോൾ മസ്കുലിനിറ്റി ഷുഡ് ബി ദിസ് തിങ്, അതായത് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ അതിന് ഇതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് നമ്മൾ പറയും. സോ ആ രീതിയിൽ നിങ്ങൾക്ക് അതിനെ ക്രിട്ടിസൈസ് വേണമെങ്കിൽ ചെയ്യാം. അവിടെ ആ ഒരു വർക്കിൽ കിങ്ഡം എന്നുള്ളത്
അതൊരു എന്താ പറയാ, ആ വർക്ക് ബാസ്താർ ഒരു കിങ്ഡം ആയിരുന്നു എന്നുള്ളത് മുന്നോട്ട് വെക്കുന്ന ഒരു വർക്കല്ല, പക്ഷെ അതൊരു കിങ്ഡം പോലത്തെ ഒരു ബാസ്താർ ദെയർ ഓൺ മെഷീനറി എന്നുള്ള രീതിയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ചില ആൻഷ്യൻ കിങ്ഡംസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതൊരു കിങ്ഡം ആയിരുന്നോ അതല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു ഇപ്പോൾ ചോള ചേര പാണ്ഡ്യസ് അത് ചീഫ് ടൈൻസ് ആയിരുന്നോ അതോ ഒരു ജസ്റ്റ് ഒരു എംപയർ ആയിരുന്നു എന്ന് പറയും. അതൊരു കിങ്ഡം ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കോഴ്സ് ആണ്. അപ്പൊ അതിന് ഒരു കിങ്ഡത്തിന് എന്തൊക്കെയാണ് വേണ്ടത്, ആ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടോ, ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പഠിക്കും. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ ബാസ്താർ കിങ്ഡം എന്നുള്ളൊരു ആ രീതിയിലല്ല പഠിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബാസ്താർ കിങ്ഡം എന്നുള്ള കിങ്ഡം വാക്ക് യൂസ് ചെയ്തതിനെ മേ ബി ക്രിറ്റിസൈസ് ചെയ്യാം. പക്ഷെ അവിടെ ആ ഓദർ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ബാസ്താർ കിങ്ഡം എന്നുള്ളത് അവിടെ കുറച്ച് സിസ്റ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് അവിടേതായിട്ടുള്ള മെഷീനറി എങ്ങനെ ഫൈറ്റ് ചെയ്യാം, കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രൈബൽ പീപ്പിള് ശ്രമിക്കുന്നു. സോ അതുകൊണ്ട് കിങ്ഡം എന്നുള്ള രീതിയിൽ യൂസ് ചെയ്തതായിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യാം, ആ ഒരു ഓദറിന്റെ അദ്ദേഹത്തിന്റെ കിങ്ഡം എന്ന് യൂസ് ചെയ്തത് അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ. Any more questions? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? കമന്റ് ബോക്സിലൊന്നും വന്നിട്ടുണ്ട്. കമന്റ് ബോക്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. റാഷിദ്, ഓക്കെ. ഓക്കെ, ഈ റാഷിദ് ചോദിച്ചത് കോസ്റ്റൽ ഏരിയ ആൻഡ് കൾച്ചർ എത്രത്തോളം എന്നല്ലേ. എനിക്കൊന്ന് കോസ്റ്റൽ ഏരിയ കൾച്ചർ റിലേറ്റഡ് ആയിട്ട് സ്റ്റഡീസ് കുറവാണ്. നമ്മൾ ഈ എൻവയോൺമെന്റ് ഹിസ്റ്ററിൽ ഒരുപാട് ആസ്പെക്ട്സ് സ്റ്റിൽ അൺഎക്സ്പ്ലോർഡ് ആണ് സത്യം പറഞ്ഞാൽ. അത് എമേർജ് ചെയ്ത് വന്നിട്ട് അതുകൊണ്ടാണ് ഇതിന് ഒരുപാട് എന്താ പറയാ ഒരുപാട് സ്കോപ്പുകൾ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു എമേർജിംഗ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഹിസ്റ്ററി തന്നെ ഫോർ എക്സാമ്പിൾ കോസ്റ്റൽ ഏരിയ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസ് ചിലപ്പോൾ സ്റ്റഡി നടന്നിട്ടുണ്ടാകും. അതായത് ഒരു ഫിഷർമാനെ കുറിച്ചോ ആ രീതിയിൽ വർക്കുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു ഹിസ്റ്റോറിയോഗ്രഫി ആംഗിളിൽ കോസ്റ്റൽ ഏരിയ ബേസ് ചെയ്തിട്ടുള്ള വർക്ക് വളരെ കുറവാണ്. പിന്നെ മാത്രമല്ല എൻവയോൺമെന്റ് ഡീകൊളോണിയൽ ആസ്പെക്ട്സ് അതിലും വർക്കുകൾ കുറവാണ്. ഇതൊരു കൊളോണിയലിസം എങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്കോളജിക്കൽ ഇമ്പീരിയലിസം ആ രീതിയിലാണ് വർക്കുകൾ വന്നിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നത് ഒരുപാട് സ്കോപ്പ് ഈ ഒരു എൻവയോൺമെന്റൽ ഹിസ്റ്ററിയിൽ നിങ്ങൾക്കുണ്ട്. ക്ലൈമറ്റ് ആവട്ടെ, ഈവൻ വൈൽഡ് ലൈഫ് ഹണ്ടിങ് കാര്യങ്ങളൊക്കെ ഇനിയും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. സോ അത് മാത്രമല്ല ഈ കോസ്റ്റൽ ഏരിയാസ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം, എൻവയോൺമെന്റൽ ഡീകൊളോണിയൽ ആസ്പെക്ട്സ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. സോ ഒരുപാട് സ്കോപ്പുകൾ എൻവയോൺമെന്റൽ ഹിസ്റ്ററിക്ക് ഉണ്ട്. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാന്ന് കരുതാണ്. ഒരുപാട് പേര് ഇൻട്രാക്ട് ചെയ്തു, ഒരുപാട് സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മുടെ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കും. നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് അതിൽ A to Z വരെ ഒരു വിഷയത്തെ പ്രസന്റ് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ വിദ്യാർത്ഥികളെ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ആക്കിയിരുന്നു. ഒരുപാട് പേര് ഈ വിഷയത്തിൽ പുതിയൊരു ഡിസിപ്ലിനെ പരിചയപ്പെടാണ്. സ്വാഭാവികമായിട്ടും അതിലുള്ള കൗതുകം ഉണ്ടാവും. അതിലപ്പുറം അവര് 1 വീക്ക് മുമ്പ് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ എൻഗേജ് ചെയ്യാൻ അവര് മുമ്പേ താല്പര്യപ്പെട്ടിരുന്നു. അവരതിനു വേണ്ടിയിട്ട് തന്നെ ഒരുപാട് സമയങ്ങൾ മാറ്റിവെച്ചു, അവർ പ്രിപ്പയറായി എന്നതാണ്. അതിലൂടെ തന്നെ നമ്മൾ ഇത്തരം ക്വസ്റ്റ്യനുകളെ അഡ്രസ് ചെയ്തതും ഒരുപാട് നന്ദിയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അതോടൊപ്പം തന്നെ ഒരുപാട് ഇൻസൈറ്റ്സുകൾ ഫസ്റ്റിൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്.